ശലോമോന്റെ കാലത്ത് ആലയത്തിൽ ഇറങ്ങുമ്പോൾ അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല, അന്ന് ഓസ്ട്രേലിയയും അറിയത്തില്ല. പക്ഷേ ആഫ്രിക്ക മുതൽ ഏഷ്യ തീർന്നില്ല, അങ്ങ് യൂറോപ്പിന്റെ സകല സമ്പത്തും ശലോമോന്റെ മുൻപിൽ സ്തോത്രം കുന്നുകൂടിയത് അവന്റെ അപ്പൻ ചക്രവർത്തി ആയതുകൊണ്ടല്ല, സ്വർഗത്തിൽ അപ്പന്റെ മഹത്വം അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ടത്രേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ മഹത്വത്തിൽ ഈ തലമുറയിൽ സ്തോത്രം നീയും ഞാനും മറഞ്ഞിരുന്നാൽ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി ഒരു കൂട്ടത്തെ സ്തോത്രം ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നീയും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ മഹത്വം അത്രേ നമുക്ക് ആവശ്യം. 2000 വർഷത്തെ ദൈവസഭയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ലിറ്ററലി അക്ഷരികമായി തന്നെ സ്തോത്രം അതെ ദൈവത്തിന്റെ സാന്നിധ്യം ചുമന്ന് നടന്ന ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു ചാൾസ് ഫിന്നി. ചാൾസ് ഫിന്നി ഒരു ദിവസം സ്തോത്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രെയിനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ ട്രെയിനിൽ ഫിന്നി ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആൾക്കാർ വർത്തമാനം പറഞ്ഞ് പേപ്പർ വായിച്ച് സ്തോത്രം അതെ കുശലം പറഞ്ഞ് കോഫി കുടിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഫിന്നി ചാൾസ് ഫിന്നി ഇരുന്നതായ ട്രെയിൻ ആ സ്റ്റേഷൻ വന്നു നിൽക്കുമ്പോൾ 100 കണക്കിന് ആൾക്കാർ നിലത്ത് വീണു. ഇന്ന് രാത്രി നീ വീഴുന്നോ ഇല്ലയോ എന്നതല്ല എന്റെ വിഷയം. പക്ഷെ ദൈവാത്മാവിൽ നീ വീഴുന്നുവെങ്കിൽ നീ വീഴുന്നത് പോലെ അല്ല നീ എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം 100 കണക്കിന് ആൾക്കാർ സ്തോത്രം നിലത്ത് വീണ് ആഴമായ പാപബോധത്തിൽ അലറി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടു ചാൾസ് ഫിന്നി സ്തോത്രം ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നമ്മൾ അറിയാതെ നമ്മെ ഉപയോഗിപ്പാൻ ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രാസംഗികനെ അറിയാതെ ജനത്തോട് ദൈവം സംസാരിക്കുന്നവനാണ്. നമ്മൾ അറിയാതെ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസം നമുക്ക് ആവശ്യം പണമല്ല, സ്ഥാനമല്ല, കസേരക്കളിയല്ല, ഭദ്രാസനമല്ല, സിംഹാസനമല്ല, വോട്ട് ബാങ്ക് അല്ല. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ സാന്നിധ്യം അത്രേ. കേൾക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2 കരൂബുകൾ സ്തോത്രം ഇതാ നിരന്നിരുന്നിട്ട് 2 കരൂബുകളുടെ മധ്യത്തിൽ മഹത്വം ഇറങ്ങിക്കിടക്കുന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് സ്തോത്രം ജോൺസൺ അങ്കിളെ പുറത്തിറങ്ങിയ മഹത്വമല്ല. പലരും പ്ലാറ്റ്ഫോമിൽ ഒരു ദൈവ പൈതൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ അപ്പോസ്തലനായിരിക്കാം, പ്രവാചകനായിരിക്കാം, അവന്റെ പുറത്ത് വെളിപ്പെടുന്ന മഹത്വമാണ് പലരും അളക്കുന്നത്. ഓ സ്തോത്രം. എന്നാൽ പുറത്ത് മഹത്വം ഇറങ്ങണമെങ്കിൽ മറക്കരുത്, അകം ശൂന്യം അല്ല. പുറത്ത് മഹത്വം ഇറങ്ങണമെങ്കിൽ അകം ശൂന്യം അല്ല. ഒരു പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ തന്നെ ഒരൊറ്റ വാക്കിൽ തന്നെ അന്തരീക്ഷം മുഴുവൻ മാറുന്നെങ്കിൽ മനസ്സിലാക്കണം, അവൻ ജീവിതത്തിൽ എന്തോ ഇന്നലെ വില കൊടുത്തിട്ട് വന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവനോട് കൂടെ നിൽക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ് നീ ദൈവത്തോട് കൂടെ ഇരുന്നാൽ നീ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. അതേ പുറത്ത് മഹത്വം ഇറങ്ങുന്നത് അകത്ത് 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടത്രേ. ഒന്നാമത്തെ വേദപുസ്തകം പറയുന്നു, the manna which is in the golden jar. അതേ പൊൻപാത്രത്തിൽ ഇട്ടുവച്ച മന്ന. പഴയ നിയമത്തിൽ മന്ന, പുതിയ നിയമത്തിൽ കർത്താവായ യേശു. പഴയ നിയമത്തിൽ മന്ന, പുതിയ നിയമത്തിൽ കർത്താവായ യേശു. പല പാത്രങ്ങൾ ഉണ്ടായിരിക്കാം. ഓട് പാത്രം ഉണ്ടായിരിക്കാം, മരപ്പാത്രം കാണും, വെള്ളി കൊണ്ടുള്ള പാത്രം കാണും. സ്തോത്രം. വേറെ വല്ലതിനെയൊക്കെ ഏതെങ്കിലും പാത്രത്തിൽ വെച്ചോ, പക്ഷെ എന്റെ കർത്താവ് വല്ല പാത്രത്തിലും ഇരിക്കത്തില്ല, അവൻ പൊൻപാത്രത്തിൽ തന്നെ ഇരിക്കണം. സ്തോത്രം. ഒരു വലിയ സംഘടനയുടെ നേതാവ് വന്നാൽ നമുക്കറിയാം അദ്ദേഹത്തെ എങ്ങനെയാ മാനിക്കേണ്ടത്. ഒരു കൺവെൻഷൻ പ്രാസംഗികൻ വന്നാൽ നമുക്കറിയാം എങ്ങനെയാ മാനിക്കേണ്ടത്. മിക്കവാറും നമുക്ക് മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യുവാൻ അറിയാം. എന്നാൽ സ്തോത്രം പല സമയത്ത് സഭയ്ക്ക് അറിയത്തില്ല ദൈവത്തെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. സ്തോത്രം. പഞ്ചായത്തിന് പ്രസിഡന്റ് ഉണ്ട്, ഇന്ത്യക്കും പ്രസിഡന്റ് ഉണ്ട്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ ഇന്ത്യൻ പ്രസിഡന്റിനെ നീ സ്വീകരിച്ചാൽ വിവരം അറിയും. ഓ, നിങ്ങൾ മനസ്സിലായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നത് പോലെ ഇന്ത്യൻ പ്രസിഡന്റ് സ്വീകരിച്ചാലേ സ്തോത്രം വിവരം അറിയും. അർത്ഥം മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യാൻ നിനക്കറിയാമെങ്കിൽ എത്രയധികമായി ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിവാൻ ദൈവജനം പഠിക്കണം. ഇന്ന് രാത്രി എനിക്കും നിനക്കും ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ഈ പന്തലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി ചലിക്കട്ടെ. കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്. സ്തോത്രം. അതെ മന്ന ഇട്ട് വച്ച പൊൻപാത്രം. എവിടെ മക്കളെ മന്ന കിട്ടുന്നത്? അത് മാർജിൻ ഫ്രീ ഷോപ്പിൽ കിട്ടത്തില്ല. ജീവിതത്തിന്റെ നിന്റെ മരുഭൂമിയിൽ പെയ്തിറങ്ങുന്നതാണ് മന്ന. സ്തോത്രം പറയുന്നില്ല. ജീവിതത്തിന്റെ മരുഭൂമിയിൽ പെയ്തിറങ്ങുന്നതാണ് മന്ന. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ജീവിതത്തിൽ ഒരു മരുഭൂമിയിൽ നീ നടന്ന് കയറുകയല്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. അവിടെ ബന്ധുക്കൾ ഇല്ല, അവിടെ സുഹൃത്തുക്കൾ ഇല്ല, അവിടെ വാട്സപ്പും ഫേസ്ബുക്കും ഇല്ല. സ്തോത്രം. ജീവിതത്തിൽ സ്തോത്രം നീയും നിന്റെ ദൈവവും മാത്രമേ
സ്തോത്രം ആ മരുഭൂമിയിൽ കാണത്തുള്ളൂ. ചില അവസരത്ത് സ്തോത്രം ഒരു ദിവസം യേശു കർത്താവ് കേട്ടു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ എൻജോയ് ചെയ്യുവാൻ, അതിൽ രസിച്ചിരിപ്പാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ ആത്മാവാം ദൈവം സ്തോത്രം അതെ അവനെ ഇതാ മരുഭൂമിയിലേക്ക് യേശുവിനെ നടത്തി. വേദപുസ്തകം പറയുന്നു, അവൻ നടന്നു പോയതല്ല, ആത്മാവ് അവനെ നടത്തിയത് അത്രേ. കർത്താവ് യേശു മരുഭൂമിയിലേക്ക് നടന്ന് കയറി. ഇന്ന് രാത്രി കേൾക്കണമേ, നിങ്ങളൊരു അപ്പോസ്തലനായിരിക്കാം, നിങ്ങളൊരു പാസ്റ്ററായിരിക്കാം, നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം. സ്തോത്രം അതെ, നിനക്ക് ഒരു മരുഭൂമി ഉണ്ട്. നിനക്ക് ജീവിതത്തിൽ ഒരു മരുഭൂമി ഉണ്ട്. അത് ശാസിച്ചാൽ പോകത്തില്ല, ഫൽസിച്ചാൽ മാറത്തില്ല, ഉപവസിച്ചാൽ നീങ്ങത്തില്ല. യു ഹാവ് ടു ഗോ ത്രൂ. നീ നിന്റെ മരുഭൂമിയിലൂടെ പോയി തന്നെ ആകണം. ഞാൻ ആവർത്തിക്കുന്നു, അവിടെ സ്തോത്രം നിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരും കാണത്തില്ല. അവിടെ ടോട്ടൽ സൈലൻസ് അത്രേ. ബൈബിളിൽ കാണുന്നതായ സകല വിഐപികൾ എല്ലാ പ്രധാനപ്പെട്ടവരും സ്തോത്രം അതെ അവർ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടവരത്രേ. എല്ലാ പ്രധാനപ്പെട്ട അതിശക്തരായ ദാസന്മാരും അവരുടെ മരുഭൂമിയിൽ നിന്ന് അവർ പുറപ്പെട്ടവരത്രേ. നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ ഒരിക്കൽ കൂടെ ഇങ്ങോട്ട് നോക്കി പറയട്ടെ. എല്ലാ ശക്തന്മാരും സൈലൻസിൽ, നിശബ്ദതയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഓ, എല്ലാ ശക്തന്മാരായ ദൈവദാസന്മാർ, ഓർഡിനറി അല്ല, എക്സ്ട്രാ ഓർഡിനറി ആയി ദൈവകൃപയിൽ പ്രയോജനപ്പെട്ട സകലരും തങ്ങളുടെ ജീവിതത്തിന്റെ നിശബ്ദതയിൽ നിന്നാണ് പുറപ്പെട്ടത്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, നിന്റെ പഴയ സുഹൃത്തുക്കളെ ദൈവം മാറ്റി, നിന്റെ ബന്ധുക്കളിൽ നിന്ന് ദൈവം നിന്നെ അകറ്റി, നിന്റെ ചുറ്റുമുള്ള വാതിലുകളെ അടച്ചു. നിന്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, നിന്റെ സഭയിൽ ഒത്തിരി പേരുണ്ട്, ദേശത്തിൽ 10,000-ങ്ങളുണ്ട്. എന്നാൽ ആരോ പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോയി. നീ ഒറ്റപ്പെട്ടു പോയി എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ വേറെ ആരും കണ്ടിട്ടില്ലാത്ത, ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ലാത്ത, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ഏതൊരു സ്പെഷ്യൽ മന്നയുടെ പാക്കേജ് നിന്നിലേക്ക് ദൈവവിധ സ്തോത്രം പെയ്തിറക്കുവാൻ പോകുകയാണ്. സ്തോത്രം, മരുഭൂമികൾക്കായി സ്തോത്രം. ഓ, മോശ മരുഭൂമിയിൽ നിന്നാണ് വന്നത്, ദബോര മരുഭൂമിയിൽ നിന്നാണ് വന്നത്. സ്തോത്രം അതെ, വേദപുസ്തകം പറയുന്നു ഇസ്രായേൽ സഭ മരുഭൂമിയിലൂടെയാണ് പോയത്. പൗലോസ് അപ്പോസ്തലൻ അറേബ്യ മരുഭൂമിയിൽ നിന്നാണ് വന്നത്. കർത്താവ് യേശുവിനും ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണമേ, എന്തോ വലുതിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. എനിക്ക് സുഹൃത്തുക്കളില്ല, എനിക്ക് എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല. ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കി, മരുഭൂമിയിൽ ഏതോ പുത്തൻ മന്നയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുന്നു. കേൾക്കുന്നവർ ഹല്ലേലൂയ പറയും. മന്ന ഇട്ടു വച്ച പൊൻപാത്ര. പക്ഷേ ആ മരുഭൂമിയിൽ നിന്ന് നശിക്കത്തില്ല കുഞ്ഞെ. കാരണം മരുഭൂമിയിൽ വെച്ച് സ്തോത്രം അതെ ദൈവം നിന്നെ വിളിച്ചിറക്കിയത് ഏതോ പ്രശ്നത്തിൽ, ഏതോ മരുഭൂമിയിൽ നീ നശിക്കാനല്ല, ആ മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വരുവാൻ അത്രേ. ഞാൻ വീണ്ടും പറയുന്നു, ആ മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വരുവാൻ അത്രേ. അവന്റെ മരുഭൂമിയിൽ യേശു കർത്താവ് പ്രവേശിച്ചു. പക്ഷെ മരുഭൂമിയിൽ യേശു പ്രവേശിച്ചതുപോലെ അല്ല അവൻ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നത്. ഞാൻ ആവർത്തിക്കുന്നു, മരുഭൂമിയിൽ അവൻ ആത്മാവിൽ നിറഞ്ഞവനായി പ്രവേശിച്ചു. ബൈബിൾ പറയുന്നു, ലൂക്കോസ് 4:1, യേശു കർത്താവ് മരുഭൂമിയിൽ ആത്മാവ് നിറഞ്ഞവനായി പ്രവേശിച്ചു. ആത്മാവിൽ നിറഞ്ഞവനായി പ്രവേശിച്ച യേശു, ലൂക്കോസ് 4:14 പറയുന്നു, he returned to Galilee with the power of the Spirit. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആരോ ഏതാണ്ട് അനുഭവിക്കുന്നുണ്ട്. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നെങ്കിൽ, ഓ സ്തോത്രം, ഏലിയാവിന്റെ കാലത്ത് നടക്കാത്തത്, എലീശയുടെ കാലത്ത് സംഭവിക്കാത്തത്, മോശയുടെ കാലത്ത് ചിന്തിപ്പാൻ കഴിയാത്ത വലിയ ദൈവ ശക്തിയുടെ പ്രവൃത്തി യേശുവിന്റെ മുൻപിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ഈ ശക്തി എവിടെന്നാ ലഭിച്ചത്? യേശു കർത്താവ് ഈ ശക്തി എവിടെന്നാ ലഭിച്ചത്? അവൻ പറയും, എനിക്കൊരു മരുഭൂമി ഇന്നലെ ഉണ്ടായിരുന്നു, ആ മരുഭൂമിയിൽ നിന്നത്രേ. നിന്റെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടെങ്കിൽ സ്തോത്രം മനസ്സിലാവും. ഒറ്റപ്പെട്ട ആരോ എന്നെ കേൾക്കുന്നു. സെൻട്രൽ ഒറ്റപ്പെട്ടവർ, ബന്ധുക്കളുടെ നടുവിൽ ഒറ്റപ്പെട്ടവർ, സഭയിൽ ഒറ്റപ്പെട്ടവർ, ഒറ്റപ്പെട്ടാരോ എന്നെ കേൾക്കുന്നു. ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷയ്ക്കായി
ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത ശക്തിക്കായി, ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരുക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിയ മരുഭൂമിക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ, കരങ്ങളെ താഴ്ത്തിയിടല്ലേ, രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. മരുഭൂമിയിലെ മന, മരുഭൂമിയിലെ മന, മരുഭൂമിയിലെ മന. പക്ഷെ ഈ മന്നയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാ, ഈ മരുഭൂമിയിലെ ഈ മന്ന 24 മണിക്കൂർ കഴിയുമ്പോൾ നാറും, കൃമിച്ചു പോകുന്ന. സ്തോത്രം. അതെ, ജോൺസൺ പറയുന്നത് കൃമിച്ചു പോകുന്ന നാറും. പക്ഷെ ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന പ്രാപിച്ചോളാം. ഈ മഹത്വത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്നും ഫ്രഷ് ആയിരിക്കും. ഇന്ന് രാത്രി എന്നെക്കാൾ പ്രായം കൂടിയ ഒത്തിരി അപ്പച്ചന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ ഒത്തിരി സീസണൽ പ്രാസംഗന്മാരെ കണ്ടു, സീസണൽ പ്രവാചകന്മാരെ കണ്ടു. 4 വർഷം ഓടിയവർ, 3 വർഷം ഓടിയവർ, 5 വർഷം ഓടിയവർ. പക്ഷെ ഇന്ന് രാത്രി ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സ്തോത്രം, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന പ്രവചന ദൂതന്റെ നിയോഗം ഇതാണ്: മഹത്വത്തിൽ മറഞ്ഞിരിക്ക്. സ്തോത്രം. നീ എന്നും ഫ്രഷ് ആയിരിക്കും. മഹത്വത്തിൽ മറഞ്ഞിരിക്ക്. സ്തോത്രം. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, സ്തോത്രം, അതെ, മഹത്വത്തിൽ മറഞ്ഞിരിക്ക്. മനുഷ്യന്റെ മുൻപിൽ കൂടുതൽ നേരം നിൽക്കരുത്. ഹൗസ് വിസിറ്റിംഗ് കുറയ്ക്ക്. ഫേസ്ബുക്കിൽ നിന്ന് പുറത്തു വാ. നിന്റെ ഫോൺ നിനക്ക് ഇടർച്ച വരുത്തതെങ്കിൽ ചൂടുവെള്ളത്തിൽ അതിനെ ഒരിക്കൽ കൂടെ സ്നാനപ്പെടുത്ത. സ്തോത്രം. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ മഹത്വത്തിൽ മറഞ്ഞിരിക്ക്. നീ എഴുന്നേൽക്കുമ്പോൾ ദൈവ മഹത്വം കൃപയിൽ വെളിപ്പെടട്ടെ, കൃപയിൽ വെളിപ്പെടട്ടെ. കരങ്ങളെ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച്. ആരോ ഇന്ന് രാത്രി തീരുമാനിക്കട്ടെ, ഏതോ ശുശ്രൂഷകൻ ഈ രാത്രി തീരുമാനിക്കട്ടെ, ഞാൻ കുറച്ചു നേരം മനുഷ്യന്റെ മുൻപിൽ നിൽക്കും, കൂടുതൽ നേരം ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കും. ഓ, കേട്ടില്ല. ഞാൻ കുറച്ചു നേരം മനുഷ്യന്റെ മുൻപിൽ നിൽക്കും, ഞാൻ കൂടുതൽ നേരം ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കും. ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് പ്രാപിച്ചോളാം. കുറച്ചു നേരം മനുഷ്യന്റെ മുൻപിൽ നിന്ന് കൂടുതൽ നേരം ദൈവത്തിന് മുൻപിൽ നിൽക്കും. ഞാൻ കുറച്ച് മാതൃഭാഷ പറയും, കൂടുതൽ നേരം ഞാൻ പിതാവിന്റെ ഭാഷ പറയും. കുറച്ച് മാതൃഭാഷ പറഞ്ഞു, കൂടുതൽ ഭാഷ പിതാവിൻ്റെ ഭാഷ പറ, അന്യഭാഷ പറ. അങ്ങനെയെങ്കിൽ നീ ചലിക്കുമ്പോൾ മഹത്വം ചലിക്കും. നീ നിൽക്കുമ്പോൾ ദൈവം മഹത്വം നിന്നോട് കൂടെ നിൽക്കും. ഒരിടത്തും നീ ഡ്രൈ ആകത്തില്ല, ഒരിടത്തും നീ പരാജയപ്പെടത്തില്ല. കാരണം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് രാജാവായപ്പോ അവൻ ചെയ്ത ഒന്നാമത്തെ കാര്യം തന്റെ സൈന്യത്തെ പുനഃസംഘടിക്കുകയല്ല, തന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ക്രമീകരിക്കുകയല്ല, തന്റെ സമ്പദ് വ്യവസ്ഥയെ നേരെയാക്കുകയല്ല. അവൻ ചെയ്ത ഒന്നാമത്തെ കാര്യം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ പെട്ടകത്തെ അവൻ കൊണ്ടുവരികയത്രേ. നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ പെട്ടകത്തെ അവൻ തിരികെ കൊണ്ടുവന്നപ്പോ ബൈബിൾ പറയുന്നു, അവൻ ചെന്നെടുത്തൊക്കെയും ദൈവം തനിക്ക് ജയം നൽകിയുണ്ടായി. തൊക്കെയും ദൈവം അവന് ജയം നൽകി. ഇന്ന് രാത്രി വിശ്വാസി പ്രാപിക്ക്. ഏതോ 21 ദിവസവും 40 ദിവസവും ഉപവാസത്തിന് മാത്രമല്ല, 365 ദിവസം നിനക്ക് ജയമാണ്. 365 ദിവസം വിടുതലാണ്. എന്നും വിടുതലാണ്, എവിടെയും വിടുതലാണ്. മന്ന ഇട്ടുവച്ച പൊൻപാത്രം. നമ്പർ 2, വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അഹരോന്റെ തളർത്ത വടി, അഹരോന്റെ തളർത്ത വടി. സ്തോത്രം. 2 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, മുഖത്തോക്കി പറയണം, പ്രകൃത്യാതീതമായ വളർച്ച. പറഞ്ഞോട്ടെ, പ്രകൃത്യാതീതമായ വളർച്ച, പ്രകൃത്യാതീതമായ വളർച്ച. അതാണ് ആത്മീയ വളർച്ച. ആത്മീയ വളർച്ച നാച്ചുറൽ വളർച്ച, ആത്മീയ വളർച്ച സ്പിരിച്വൽ ആണ്. സ്തോത്രം. നാച്ചുറൽ ആണെങ്കിൽ സ്വാഭാവികമായ വളർച്ചയാണ്. എന്നാൽ സ്പിരിച്വൽ ആണെങ്കിൽ ആത്മീയ
വളർച്ചയാണെങ്കിൽ അത് നാച്ചുറൽ അല്ല. നാച്ചുറലായ സകല ലോസിനെ ബ്രേക്ക് ചെയ്ത് സ്തോത്രം പ്രകൃത്യാതീതമായ വളർച്ച. ചെറുവയ്ക്കൽ സെന്റർ ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ ഇതിന് ഹല്ലേലൂയ പറയുന്നത്? സ്തോത്രം. സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് ഏറ്റെടുക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുമ്പോ പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്രം, ചെന്നെന്റെ ജനത്തോട് പറ, 2014 വരെ എന്റെ ജനം കാണാത്ത ഒരു വളർച്ച സ്തോത്രം സകല ദിക്കുകളിൽ 2015 സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. പത്രം എന്തെഴുതുന്നു, ഐ വോണ്ട് കെയർ. TV എന്ത് പറയുന്നു, എനിക്കത് പ്രശ്നമല്ല. എന്റെ ദൈവം പറഞ്ഞാൽ അതൊരിക്കലും മാറത്തില്ല. ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. നീ വളരുവാൻ പോകുകയാണ്. ഹേയ് റെവറൻഡ് അഹരോനെ, നീ എങ്ങനെയാണോ വളർന്നത്? അവൻ പറയും, ഞാൻ വളർന്നത് എൻ്റെ നല്ല കാലത്തല്ല, ഞാൻ വളർന്നത് എൻ്റെ കഷ്ടകാലത്ത് ഞാൻ വളർന്നത്. അവൻ പറയും, എൻ്റെ ചരിത്രം, എൻ്റെ ഇന്നത്തെ തലപ്പേ നീ കണ്ടല്ലോ, എനിക്ക് പഴയ ഒരു ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ പഴയ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്തോത്രം, അതേ ജപ്പാനിലെ ആ വലിയ അഗ്നിപർവ്വത സ്ഫോടനം പോലെ ഒത്തിരി സ്ഫോടനകരമായ അവസ്ഥകൾ, പൊട്ടിത്തെറികൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പ്ലാറ്റ്ഫോമുകൾ ആരെങ്കിലും ലാഭ പോലെ നിൽക്കുന്നത് കാണുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇന്നലകൾ ഏതോ പൊട്ടിത്തെറിയിൽ നിന്നാണ് അവൻ വന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ ബൈബിൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ഏതോ പൊട്ടിത്തെറിയിൽ നിന്ന് വന്നത് കൊണ്ടോ ആത്മാവിന്റെ ചൂടുള്ള ലാഭ അവളുടെ പുറത്ത് വരുന്നത്. കേൾക്കണമേ, ആ വേദ പുസ്തകം പറയുന്നു, അവൻ കുടുംബത്തിൽ റിജക്റ്റഡ് ആയിരുന്ന, അവൻ കുടുംബത്തിൽ തള്ളപ്പെട്ടവനായിരുന്ന അഹരോൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഉൽപ്പത്തി 49 നിങ്ങൾ വായിക്കുമ്പോൾ ആ കുടുംബ യോഗത്തിൽ വെച്ച് യാക്കോബ് ലേവിയെ ശപിച്ച് ഒതുക്കിയതാണ്. യാക്കോബ്, ഈ ലോകത്തിലെ അപ്പൻ, ലേവിയെ ശപിച്ച് ഒതുക്കിയതാണ്. ആരോ ചെറുവയ്ക്കൽ ഈ 2014 ഡിസംബർ 27 സന്ധ്യാസമയത്ത് പറയുന്നു, ആ പറഞ്ഞത് എന്റെ സ്റ്റോറിയാ. ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. എന്റെ കുടുംബത്തിൽ ആർക്കും വേണ്ടാത്തത് ഞാനാ. എല്ലാവരും പറഞ്ഞ് ഞാൻ ഗുണം പിടിക്കത്തില്ലെന്നാ. എല്ലാവരും വിചാരിച്ചത് ഇങ്ങനെ ഒരു സന്തതി വീട്ടിൽ ജനിച്ചു പോയല്ലെന്നാ. എല്ലാവരും വിചാരിച്ചു ഇവരിലൂടെ ദൈവനാമം അപമാനിക്കപ്പെടുമെന്നാ. എന്നാൽ എന്റെ ദൈവം പോസിറ്റീവ് സർപ്രൈസസിന്റെ കർത്താവാ. സുനാമി വരുന്നത്, കൊടുങ്കാറ്റ് വരുന്നത്, ഭൂമികുലുക്കം വരുന്നത് നെഗറ്റീവ് സർപ്രൈസസ് എങ്കിൽ സ്വർഗത്തിലെ ദൈവം നൽകുന്നത് പോസിറ്റീവ് സർപ്രൈസസ് അത്രേ. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരുത്തലൂടെ ഇങ്ങനെ ഒരു ശുശ്രൂഷ, ഇങ്ങനെ ഒരു അഭിഷേകം വെളിപ്പെടുമെന്ന്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക്. അഹരോൻ ഈ ലോകത്തിൽ അപ്പനാൽ തള്ളപ്പെട്ടവനാണ്. ഈ ലോകത്തിൽ താങ്ങേണ്ടവർ നിന്നെ തള്ളിയിരിക്കുന്നുവോ, തലോടേണ്ടവർ നിന്നെ തകർത്തിരിക്കുന്നുവോ, ഉയർത്തേണ്ടവർ നിന്നെ താഴ്ത്തിയിരിക്കുന്നുവോ, വളർത്തേണ്ടവർ നിന്നെ മുടിച്ചിരിക്കുന്നുവോ, തള്ളുന്ന ലോകത്ത്, തകർക്കുന്ന ലോകത്ത്, ഉടയ്ക്കുന്ന ലോകത്ത് ഒരു കരം ഇന്ന് രാത്രി നിന്നിലേക്കും നീണ്ടു വരുന്നു. ആ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരാണി പഴുത് നിനക്ക് കാണുവാൻ കഴിയുക. ബൈബിളിന്റെ കവർ ടു കവർ നിങ്ങൾ നോക്കിയാൽ, ഒരറ്റം മുതൽ മററ്റം വരെ നോക്കിയാൽ, ആരെ ദൈവം തിരഞ്ഞെടുത്തോ അവരെല്ലാവരും മനുഷ്യർ അവരെ തഴഞ്ഞതത്രേ. ലോകം നിങ്ങളെ തഴയുമ്പോൾ മനസ്സിലാക്കണം, എന്റെ ദൈവത്തിന് എന്നെ കൊണ്ട് എന്തോ വലിയ പദ്ധതിയുണ്ട്. ഞാൻ ആവർത്തിക്കുന്ന ലോകം നിന്നെ തഴയുമ്പോ, ലോകം നിന്നെ പുറം കൈ കൊണ്ട് തട്ടിമാറ്റിയിടുമ്പോ മനസ്സിലാക്കണം, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത എന്തോ ഭയങ്കര പരിപാടിക്ക് വേണ്ടി ആത്മാവാം ദൈവം നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. കുടുംബത്തിൽ തള്ളപ്പെട്ടവൻ, ആ തള്ളപ്പെട്ടവനെ കർത്താവ് ശുശ്രൂഷയ്ക്കായി ഇത് അഭിഷേകം ചെയ്ത് ആ കുടുംബത്തിന് നടുവിൽ പുരോഹിതനായി. ഇന്ന് രാത്രി ബന്ധുക്കളുടെ നടുവിൽ അവഹേളിക്കപ്പെട്ടവരോട് പരിശുദ്ധാത്മാ പറയുന്നു, കുടുംബത്തിൽ തകർക്കപ്പെട്ടവർ നോക്കി പറയുന്നു, ബെന്നീഗിന്റെ അഭിഷേകമല്ല, ജോൺസൺ ഡാനിയലിന്റെ അഭിഷേകമല്ല, നിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ നുകത്തെ തകർക്കുവാൻ പോകുകയാണ്. യെസ്, ഏത് വീടാണോ നിന്നെ തള്ളിയത്, ഏത് വീട്ടുകാരോടോ നിന്നെ തഴഞ്ഞത്, സ്തോത്രം, നീ കൈവയ്ക്കുമ്പോൾ ആ വീട്ടിൽ കിടക്കുന്ന ചിലതിന്റെ കെട്ട് ഈ ദിവസങ്ങൾ പൊട്ടുവാൻ വേണ്ടി പോകുന്നു. നിന്റെ വീട്ടിൽ നിനക്ക് ചില ശുശ്രൂഷയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. കാരണം തള്ളപ്പെട്ട അഹരോന്റെ വീട്ടിൽ, അഹരോനെ ആ കുടുംബത്തിൽ പുരോഹിതനായി നിർത്തിയെങ്കിൽ
നിനക്ക് മറൈൻ ഡ്രൈവിലും പുത്തിരിക്കണ്ട മൈതാനത്തിലുമല്ല നിന്റെ ശുശ്രൂഷയുടെ സ്പെഷ്യാലിറ്റി വെളിപ്പെടുന്നത് നിന്റെ വീട്ടിൽ നിന്നെ പരിഹസിച്ച ബന്ധുക്കളുടെ നടുവിൽ, നിന്നെ തുറച്ചു നോക്കിയ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. പൈസ തന്നല്ല, PhD തന്നല്ല, അഭിഷേകം തന്ന് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. ആ കുടുംബത്തിന്റെ നടുവിൽ അഹരോൻ അവൻ കുടുംബത്തിന്റെ പുരോഹിതന 365 ദിവസവും അവന് ശുശ്രൂഷയുണ്ട്. കാരണം കൗൺസിലല്ല അവനെ തിരഞ്ഞെടുത്തത്. അടുത്ത വർഷം എന്നെ വിളിക്കുക വെച്ചാ സ്തോത്രം, റിയലി താങ്ക് യു. അപ്പൊ ഞാൻ വീണ്ടും പറയട്ടെ, വോട്ട് ബാങ്ക് അല്ല അവനെ തിരഞ്ഞെടുത്തത്. പെന്തിക്കോസി മുതലാളിയുടെ ലോബിയല്ല തിരഞ്ഞെടുത്തത്. സ്വർഗത്തിലെ ദൈവം മാത്രമേ തിരഞ്ഞെടുത്തത്. കാരണം സഭ കൊച്ചപ്പന്മാരുടെ വകയല്ല, പെന്തിക്കോസ് മുതലാളിമാരുടെ സഭയല്ല, സഭ ദൈവത്തിന്റെ സഭയത്രേ. ദൈവസഭയിൽ വെളിപ്പെടേണ്ടത് എലക്ഷൻ അല്ല, ദൈവസഭയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സെലക്ഷൻ അത്രേ. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവസഭയിൽ സ്തോത്രം, അത് ജനാധിപത്യമല്ല, ദൈവസഭയിൽ ദൈവാധിപത്യം. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, ദൈവം തിരഞ്ഞെടുത്താൽ ശുശ്രൂഷയുണ്ട്. പറ, ദൈവം തിരഞ്ഞെടുത്താൽ ശുശ്രൂഷ. മോത്തോക്കി പറ, ആരെങ്കിലും കൈ തന്നില്ലെങ്കിൽ തലയ്ക്ക് പിടിച്ച് ശാസിക യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അതെ, ദൈവം തിരഞ്ഞെടുത്തവന് ശുശ്രൂഷയുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവനെ ആർക്കും തകർക്കാൻ പറ്റില്ല. ദൈവം തിരഞ്ഞെടുത്തവനെ ആർക്കും തളയ്ക്കുവാൻ കഴിയത്തില്ല യേശുവിന്റെ നാമത്തിൽ. കാരണം മനുഷ്യർ ഒന്നടയ്ക്കുമ്പോൾ അപ്പുറത്ത് രണ്ടെണ്ണം തുറക്കുന്നവനാണ് ദൈവം. ദൈവം തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. പതിനൊന്ന് ഗോത്രത്തിൽ മറ്റേ അച്ചാച്ചന്മാർ നോക്കുമ്പോ യവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ബാക്കിയുള്ള കോറവണ്ണം ചൊറിയും കുത്തി ഇന്ന് വൈകിട്ട് സ്തോത്രം ടിവിയുടെ സീരിയലും കണ്ട് വീട്ടിയിരിക്കുമ്പോ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവന് 365 ദിവസം ശുശ്രൂഷയാണ്. ഈ ക്രൂശീകരണം വന്നപ്പോ ഇരിക്കല്ലേ, മുട്ടായി മേടിച്ചു വേണ്ടത് വരുമ്പോ സ്തോത്രം. അതെ, ക്രൂശീകരണം വന്നപ്പോ പിലാത്തോസും കയ്യഫാവും സ്നേഹിതന്മാരായതുപോലെ ഈ പ്രശ്നം വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നത്. 11 ഗോത്രം ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ചേട്ടാ യവനെ നമുക്ക് ഒതുക്കണമല്ലോ, നമുക്കില്ലാത്ത ശുശ്രൂഷ യവനുണ്ട്, യവനെ ഒതുക്കണമല്ലോ. ഞങ്ങളും അതേ മന്നയാണല്ലോ തിന്നുന്നത്, ഞങ്ങളും അതേ മഹത്വത്തിന് കീഴിലാണല്ലോ ആയിരിക്കുന്നത്. മാത്രമല്ല അങ്ങോട്ട് നോക്ക്, യവന്റെ കയ്യിൽ നോക്ക്, യവൻ ഒന്നും കൊടുക്കത്തില്ലെന്നാ തമ്പുരാൻ പറഞ്ഞത്. സ്തോത്രം. അതെ, യവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നാ പറഞ്ഞേ. ഇന്ന് ഫാസ്റ്റിംഗ് പ്രേയറിന് വേണ്ടി നിൽക്കാൻ ആൾക്കാരുണ്ട്, അന്യഭാഷയ്ക്ക് വേണ്ടി നിൽക്കാൻ ആളുണ്ട്, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കാൻ ആളുണ്ട്, മെഗാ ചർച്ചിന് വേണ്ടി നിൽക്കാൻ ആളുണ്ട്, TV പ്രോഗ്രാമിന് വേണ്ടി നിൽക്കാൻ ആളുണ്ട്. സ്തോത്രം. അതെ, സീറ്റിനും ഭദ്രാസനത്തിനും സിംഹാസനത്തിനും നിൽക്കാൻ ആളുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? യമൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോ തമ്പുരാൻ അഹരോനെ നോക്കിയിട്ട് പറഞ്ഞു, അഹരോനെ സ്തോത്രം. അതെ, ആ താഴ്വര വന്ന മറ്റേ ഗോത്രത്തിനാണ്, ആ പുൽപ്രദേശം വന്ന് വേറെ ഗോത്രത്തിനാണ്, ആ തീരപ്രദേശം വന്ന് അടുത്ത ഗോത്രത്തിനാണ്, ആ കുന്നുമേട് വന്ന് വേറൊരുത്തനാണ്, ആ സമതലം വന്ന് വേറൊരുത്തനാണ്. പക്ഷെ നീ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, നീ എനിക്ക് വേണ്ടി എങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വിളിച്ച് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? സ്തോത്രം. അതെ, നീ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് എന്റെ സൃഷ്ടിയുടെ സെന്റിമീറ്റർ ഡെസിമീറ്ററും മില്ലിമീറ്ററും അല്ല ഞാൻ നിനക്ക് വേണ്ടി തരുന്നത്. നീ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഞാൻ നിന്റെ ഓഹരിയായിരിക്കും. പ്രാപിക്കണം. യെസ്. ദൈവം നിന്റെ ഓഹരിയാണ്. മനുഷ്യൻ തന്ന അളന്ന് നൽകും, എൽ ശദായ് അളക്കാതെ നൽകും.
ഓ സ്തോത്രം, ദൈവം നിന്റെ ഓഹരിയാണ്. ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞിന്റെ ഭാവി, അവളുടെ കല്യാണം, അല്ലെങ്കിൽ അവന്റെ അഡ്മിഷൻ, ആ വീട് വയ്പ്, നൂറുകണക്കിന് ആവശ്യം നിനക്കുണ്ടായിരിക്കാം. നൂറുകണക്കിന് ചോദ്യം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഉത്തരം ഒന്നത്രേ, ദൈവം നിന്റെ ഓഹരി അത്രേ. ദൈവം നിന്റെ ഓഹരിയാണെങ്കിൽ മറ്റു 11 ഗോത്രത്തോട് ദൈവം പറഞ്ഞു, യവന് നിങ്ങൾ ദശാംശം കൊടുക്കണം. വേണ്ട കിടക്കുന്നു, ആരും മിണ്ടുന്നില്ല. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, ദശാംശം കൊടുക്കണം. പറഞ്ഞാട്ടെ, ദശാംശം കൊടുക്കണം, ദശാംശം കൊടുക്കണം. ആരെങ്കിലും സ്തോത്രം, ആരെങ്കിലും അതേ പറഞ്ഞില്ലെങ്കിൽ തോളയെ പിടിച്ചോന്ന് കുലുക്കി പറയണം, യേശുവിന്റെ നാമത്തിൽ ആ നക്കി പിശാച്, ഞാൻ എൻ്റെ ട്രാൻഡ മലയാളം പറഞ്ഞതാ, സ്തോത്രം അതേ വിട്ടുമാറട്ടെ. നീ ദശാംശം കൊടുക്കണം. ആർക്കോ കൊടുക്കണം? ഇവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക. 11 ഗോത്രം ഇവന് ദശാംശം കൊടുക്കണം. 11 ഗോത്രം ഇവന് ദശാംശം കൊടുക്കണം. ദശാംശം 10% അത്രേ. 11 10 കൈ കാണിക്കേ. സ്തോത്രം 11 10 ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ കയ്യിൽ നിറയുക. 11 10 11 10. ഈ മുന്നേ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറ, 11 10 എത്ര മക്കളെ? 11 10 എത്ര? കാൽക്കുലേറ്റർ കൊണ്ടുവരട്ടെ. 11 10 എത്ര? 11 ഗുണം 10 പറ. റിയലി? ഇവിടെ 110 ആണോ? ഞാൻ വിചാരിച്ചിട്ട് വേണ്ട തന്ന. യവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ 11 10 യവന്. ഇപ്പൊ ബാക്കിയുള്ള അച്ചാച്ചന്മാര് കൊടുത്തവന്മാരെ എണ്ണി നോക്കി. കൊടുത്തവന് 90. സ്റ്റീവൻ ചാൻ കണക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. റിയലി കണക്കല്ല, റിയലി. സ്തോത്രം നോക്ക്, കൊടുത്തവന് 90, മേടിച്ച അഹരോന് 110. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായി യേശുവിന്റെ നാമത്തിന് മഹത്വത്തിനായി വെളിപ്പെടട്ടെ. 11 ഗോത്രങ്ങൾ പറഞ്ഞു, നോക്കടാ, ഇവന് ശുശ്രൂഷ മാത്രമല്ല, നമുക്ക് 90 ഉണ്ട്, ഇവന് 110 ഇവന് ഒതുക്കിയേ പറ്റത്തുള്ളൂ. ഇരുന്നാട്ടെ, ഇനി എണീക്കേണ്ടി വരും. സ്തോത്രം. അതെ നോക്കേ, അതെ ഇവനെ നോക്കേ, ഇവന് നമുക്കില്ലാത്ത ശുശ്രൂഷ ഇവനുണ്ട്, നമുക്കില്ലാത്തതായ പരിപാടി ഇവനുണ്ട്, നമുക്കില്ലാത്തതായ അതേ മഹത്വത്തോടെ ഇവൻ അടുക്കുകയാണ്. പോരെങ്കിൽ നമുക്ക് 90, ഇവന് 110. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം അതെ മോശയോട് പറയണം, ഈ കൂടാരത്തിൽ ഞങ്ങൾക്കും ശുശ്രൂഷിക്കണം. സംഖ്യാപുസ്തകം 17 അധ്യായമാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ദാഹിക്കുമ്പോൾ കിണർ കുടിക്കല്ലേ. ഇത് ഇപ്പൊ കേൾക്കേണ്ട നേരമാണ്, ഇപ്പൊ വായിക്കേണ്ട നേരമല്ല. കേൾക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. സംഖ്യാപുസ്തകം 17 അധ്യായത്തിൽ സ്തോത്രം ഇതാ ബൈബിൾ പറയുന്നു. സ്തോത്രം അവരെല്ലാവരും 11 ഗോത്രം ഒരു മലവെള്ള പാച്ചിൽ പോലെ മോശയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ശുശ്രൂഷിക്കണം. നാളത്തെ സഭായോഗം 11 മണിക്ക് നിർത്തിയിട്ട് എലക്ഷൻ ഉണ്ടായിരിക്കും എന്നല്ല മോശ പറഞ്ഞത്. കാരണം മോശയ്ക്ക് നന്നായിട്ട് അറിയാം, ഇത് എൻ്റെ അമ്മായിയപ്പൻ യിത്രോവിന്റെ കൂടാരമല്ല, ഇത് തമ്പുരാന്റെ കൂടാരമാണ്. ഈ കൂടാരത്തിൽ ആര് നിൽക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, സ്തോത്രം സ്വർഗത്തിലെ ദൈവമാ തീരുമാനിക്കേണ്ടത്. അന്ന് വൈകുന്നേരത്ത് ഈ വലിയ ബഹളം നടക്കുമ്പോൾ കേക്ക്, നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകൾ തുറന്നൊന്ന് കണ്ടാട്ടെ. ആ പടിഞ്ഞാറ് ഈ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കുകയാണ്. മോശയിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, 12 ഗോത്രങ്ങൾ ഒരുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വടം വലിക്കുന്നല്ലോ. പ്ലാറ്റ്ഫോമാണ് വെച്ചാൽ ഏറ്റവും ഡിമാൻഡ്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള 10 സെന്റ് സ്ഥലമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പ്ലാറ്റ്ഫോമിന് ഏവനെ കൊല്ലും, പ്ലാറ്റ്ഫോമിന് വേണ്ടി ഏവനെ തകർക്കും, പ്ലാറ്റ്ഫോമിന് വേണ്ടി ഏത് മുതലാളിയുടെ മഞ്ഞപത്രത്തെയും കടമാക്കും. പ്ലാറ്റ്ഫോമാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്തോത്രം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പൊരുതുന്നത് പാകിസ്ഥാനോടോ സ്തോത്രം അതേ അൽഖയ്ദയോടെ അല്ല. വി ആർ ഫൈറ്റിംഗ് വിത്ത് ദ റോങ് എനിമി. നമ്മുടെ ഓൺ സോൾജിയേഴ്സിനെ നമ്മൾ കൊല്ലുക. പ്ലാറ്റ്ഫോമിന് വേണ്ടി സ്തോത്രം. നോക്കണമേ, അന്ന് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ 12 ഗോത്രങ്ങളുടെ പ്രഭുക്കന്മാരുടെ ഓരോ വടികൾ വാങ്ങി സാക്ഷ്യ കൂടാരത്തിന്റെ മുൻപിൽ മോശ ഇതാ വയ്ക്കുകയാണ്. എപ്പോഴാണ്? സന്ധ്യാസമയത്ത്. കേട്ടെ, സന്ധ്യാസമയത്ത് ആ വടികളെ വാങ്ങി സാക്ഷ്യ കൂടാരത്തിന്റെ മുൻപിൽ വയ്ക്കുകയാണ്. ഈ ലോകത്തിലെ സൂര്യൻ അസ്തമിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും പറയും, അന്ന് രാത്രിയിൽ സ്തോത്രം അതെ 12 പ്രഭുക്കന്മാരുടെ വടികൾ ഇരിക്കുകയാണ്. മറ്റൊരത്തിൽ 11 മത്സരികളുടെ വടികളുടെ കൂട്ടത്തിൽ
ഈ ലോകത്തിൽ ഒരിഞ്ച് ഭൂമിയില്ലാത്ത, ഈ ലോകത്തിൽ ഒരു അവകാശമില്ലാത്ത മത്സരികളുടെ ഞെരുക്കത്തിന്റെ മധ്യത്തിൽ അഹരോന്റെ വടിയും ഇരിക്കുകയാണ്. അന്ന് രാത്രിയിൽ അഹരോന്റെ വടി ഇരിക്കുകയാണ്. ആ രാത്രി പുള്ളി ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രി പുള്ളി കരയുകയായിരിക്കുക, അന്ന് രാത്രി നിലവിളിക്കുകയായിരിക്കുക. ഇന്ന് രാത്രി മുഴുവൻ കരഞ്ഞ ഏതൊക്കെയോ വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. രാത്രി മുഴുവൻ നിലവിളിച്ച് ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരയിപ്പിക്കാനല്ല അച്ഛാ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, കണ്ണുനീർ തുടയ്ക്കാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ഓ സ്തോത്രം. നമ്മൾ അത് വാതുറക്കുന്നെങ്കിൽ, നമ്മൾ പേനയെടുക്കുന്നെങ്കിൽ ഹൃദയങ്ങളെ തകർക്കാനും വേറെ വല്ലവനെ ഉടയ്ക്കാനുമല്ല, പണിയുന്ന ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. കേൾക്കണമേ സ്തോത്രം. അന്ന് രാത്രി സ്തോത്രം അന്ന് രാത്രി അഹരോൻ ആ രാത്രി പുള്ളി ഉറങ്ങിയില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്രകാരം അവൻ പറയുന്ന, കർത്താവേ സ്തോത്രം, എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ ഇന്നലകൾ അങ്ങേക്ക് വേണ്ടി നിന്നവനാണ്. ഓ ഞാൻ സ്ഥാനമാനത്തിന് വേണ്ടി പോയില്ല, ഭൗതികത്തിന് വേണ്ടി ഞാൻ പോയില്ല. ഐ ടോട്ടലി സ്റ്റുഡ് ഫോർ യു. ഞാൻ അങ്ങേക്ക് വേണ്ടി അദ്ദേഹം നിന്നവനാണ്. അതുകൊണ്ട് എൻ്റെ വടി ഒന്ന് തളർക്കണമേ, ഒരു 2 സെന്റിമീറ്റർ മതി, എൻ്റെ വടി ഒന്ന് തളർക്കണമേ. ഒരു ചെറിയ വിടുതൽ എന്നിലേക്ക് അയക്കണം. എൻ്റെ തലമുറയിൽ ഒരു ചെറിയ വിടുതൽ അയക്കണമേ. എൻ്റെ കാര്യത്തിന് ഒരു ചെറിയ വ്യത്യാസം ഈ ദിവസങ്ങളിൽ അയക്കണമേ. ഈ നാളുകളിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം വരുത്തണം. ഒരു ചെറിയ വിടുതൽ ഈ ദിവസം കർത്താവെ അവിടെ നയിക്കണമേ. ഒരു ചെറിയ സ്തോത്രം വ്യതിയാനമെങ്കിലും ഈ ദിവസങ്ങൾ കർത്താവ് ചെയ്യണേ. ഇന്നത്തെ അവസ്ഥയ്ക്ക് കർത്താവെ ഒരു അവസ്ഥാന്തരം നീ വരുത്തണമേ. ആരോ ഇന്ന് രാത്രി ഒരു കുറുപ്രാവ് കുറുക്കുന്നത് പോലെ, ഈ പന്തനെങ്കിൽ നിലവിളിക്കുന്ന പോലെ ഒരു ചെറിയ വ്യത്യാസം ഇന്ന് ഈ സാഹചര്യത്തിന് വ്യത്യാസം വന്നേ പറ്റത്തുള്ളൂ. ഇതെന്റെ റിവൈവലിന്റെ പ്രശ്നമല്ല, ഇതെന്റെ സർവൈവലിന്റെ പ്രശ്നമാണ്. ഈ ഒരു വ്യത്യാസം നീ അയച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല. നാളെ എന്തായി തീരും എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ചെറിയ തളർപ്പ് നീ എനിക്ക് നൽകണമേ. രാത്രിയിൽ അവൻ കരയുകയാണ്. ജീവിതത്തിൽ ആരുമില്ലാത്ത അർദ്ധരാത്രികൾ, സുഹൃത്തുക്കൾ ബന്ധുക്കളും അറിയാത്ത അർദ്ധരാത്രി, കൂടെ പാർക്കുന്നതായ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പോലും അറിയാത്ത അർദ്ധരാത്രി, മാർവോട് ചേർന്നിരിക്കുന്ന കമനൻ ഫ്രണ്ട്സ്, പ്രാണ സ്നേഹിതർക്ക് പോലും തിരിച്ചറിവാൻ കഴിയാത്തതായ ജീവിതത്തിന്റെ അർദ്ധരാത്രി അവൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ദൈവത്തിന്റെ സന്നിധിയിൽ ആ രാത്രിയിൽ കരയുകയാണ്. എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയെ, ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ നിന്റെ ഡേ ഡ്യൂട്ടി ചെയ്യുവാൻ ഇറങ്ങി വരുന്നതിനേക്കാൾ വേഗത്തിൽ അവൻ നിന്റെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാൻ നിനക്കായി പ്രവർത്തിപ്പാൻ വരെ ഇറങ്ങുന്നവനാണ്. നിന്റെ ജീവിതത്തിന് നല്ല കാലത്ത് അവൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവൻ ഇറങ്ങി വരുന്നവനാണ് നിന്റെ കഷ്ടകാലത്ത്. എന്നാൽ എന്നും രാത്രി അല്ല. എത്ര പേർ സ്തോത്രം പറഞ്ഞാൽ അറിയത്തില്ല. എന്നും രാത്രി അല്ല, എന്നും കണ്ണുനീർ അല്ല, എന്നും നിന്ന അല്ല, എന്നും അപമാനം അല്ല, എന്നും തകർച്ചയല്ല, എന്നും താളടിയല്ല. ഓ സ്തോത്രം. ഒരു രാത്രിയെ അവൻ സൃഷ്ടിച്ചുവെങ്കിൽ പകൽ വാഴുവാൻ അവനൊരു സൂര്യനെ നിർമ്മിക്കുകയുണ്ടായി. ഓ എന്നും തിന്മയല്ല. ഇന്ന് രാത്രി സമുദ്രങ്ങൾക്ക് അതിർ കൽപ്പിച്ച ദൈവം നിന്നെ നോക്കി പറയുന്നു, ചിലതിനൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ അതിർ കൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. എന്നും പ്രതിസന്ധിയല്ല, എന്നും ഞെരുക്കമല്ല, എന്നും മുള്ളല്ല, എന്നും പ്രതിസന്ധിയല്ല. സ്തോത്രം. രാത്രി ഉണ്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതവുമുണ്ട്. പട്ടി കുറച്ചാലും സൂര്യൻ ഉദിക്കും. ഓ ഹല്ലേലൂയ. കേട്ടില്ല? സ്തോത്രം. ചെന്നായി ഓരിയിട്ടാലും സൂര്യൻ ഉദിക്കുക. അർത്ഥം, ഏത് മന്ത്രം, ഏത് തന്ത്രം, ഏത് മന്ത്രവാദി നിനക്കെതിരെ കൂടോത്രം ചെയ്താലും നീതി സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന ഒരു സമയമുണ്ട്. ആര് നിനക്കെതിരെ പ്രവർത്തിച്ചാലും അവന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രമേ 2 കരങ്ങളെ ചേർത്തടിച്ച് ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ചേ. നീതി സൂര്യൻ നിനക്കായി ഉദിക്കുന്ന കാലങ്ങളാണിത്. എന്നും ഇരുട്ടല്ല, എന്നും നിന്ദയല്ല, എന്നും അനാരോഗ്യമല്ല, എന്നും കടഭാരമല്ല, എന്നും ഞെരുക്കമല്ല. അറിയാതെ ഒരു ഇരുട്ട് വന്നു എങ്കിൽ, അറിയാതെ ഒരു രാത്രി വന്നെങ്കിൽ, നീ കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതവും നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പകലുണ്ടോ, ഒരു രാത്രിയുണ്ടോ, നീ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പകലമുണ്ട്. പകൽ ജനം 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ സഭ സൗഹൃദം വളരെ പ്രതീക്ഷയോട് ഓടി വന്നു. ആരാ? ഞങ്ങളുടെ അടുത്ത പെർമനന്റ് പുരോഹിതൻ.
ഓടി വന്നപ്പോൾ മത്സരികൾ ഒരു വ്യത്യാസമില്ലാതെ അതുപോലെ ഇരിക്കുക. സിൽവർ ജൂബിലി അല്ല ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിട്ടും മത്സരികൾ ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ എന്ന് പണ്ട് പാരമ്പര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാ. സ്തോത്രം. അതെ, നമ്മൾ കൗട്ടർ കോൾ കൊടുത്തപ്പോൾ അവർ സ്നാനപ്പെട്ടതാ. പക്ഷേ പഴയത് ചിലതൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആമേൻ പറഞ്ഞത്. സ്തോത്രം. അതെ, 25 വർഷം 50 വർഷം സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിട്ടും സ്തോത്രം മത്സരികൾ ഒരു വ്യത്യാസമില്ലാതിരിക്കുമ്പോൾ ഒരുത്തന് മാത്രം വ്യത്യാസം. ഞാൻ വീണ്ടും പറയും, ഒരുത്തന് മാത്രം വ്യത്യാസം. ആ സാക്ഷ്യ കൂടാരത്തിന് മുന്നിലിരുന്ന ഒരുത്തൻ്റെ വടിയിൽ മാത്രം വ്യത്യാസം. ഒരുത്തൻ്റെ വടിയിൽ മാത്രം വ്യത്യാസം. കുടുംബത്തിന് വേണ്ട എന്ന് വെച്ചവനാണ്, മനുഷ്യൻ തള്ളിയവനാണ്, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞവൻ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചവൻ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടവൻ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടവൻ, ആ കുടുംബത്തിൽ സ്തോത്രം ഏറ്റവും കൂടുതൽ ഭാരവും തീയും വെള്ളവും കണ്ടവൻ, അവൻ്റെ വടിക്ക് മാത്രം വ്യത്യാസം. കാരണം സ്തോത്രം. അതെ, ഓ അഹരോന്റെ വടി ഇതാ തളർത്തിരിക്കുന്നു. ഐ എം സോറി, അത് തളർക്ക മാത്രമല്ല, അത് പൂത്തിരിക്കുന്നു. ഓ ഐ എം സോറി, അത് പൂക്ക മാത്രമല്ല, അത് ഫലവും കായ്ച്ചിരിക്കുന്നു. സ്തോത്രം. അത് തളർത്തു, അത് പൂത്തു, അത് ഫലവും കായ്ച്ചു. ഒരിക്കൽ കൂടെ, അത് തളർത്തു, അത് പൂത്തു, അത് ഫലവും കായ്ച്ചു. സ്തോത്രം. അല്പമെന്ന് തളർത്താൽ മതിയായിരുന്നല്ലോ, പിന്നെ എന്തിനാ തളർത്ത് പൂത്ത് ഫലം കായ്ച്ചത്? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുവാൻ വേണ്ടി പോകുന്നത്. നീ എടുക്കുന്ന അളവ് പാത്രം ചെറുതായി പോയി. നീ ചോദിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ മറുപടി നിനക്കായി വെളിപ്പെടുന്നത്. നീ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായിട്ടത്രേ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ. അഹരോൻ അന്ന് രാത്രി പറഞ്ഞത്, ഒന്ന് തളർക്കണമേ. നോ. പ്രഭാതം വന്നപ്പോൾ ചെറിയൊരു തളർപ്പല്ല, അവൻ ചോദിക്കാത്ത പൂവും ചോദിക്കാത്തതായ സ്തോത്രം ഫലവും കൂടെ കർത്താവ് സ്തോത്രം ആ വടിമേൽ ഫിക്സ് ചെയ്തിരുന്നു. ഓ, അവൻ ചോദിക്കാത്തവൻ പ്രതീക്ഷിക്കാത്ത പൂവും അവൻ പ്രതീക്ഷിക്കാത്ത ഫലവും സ്തോത്രം അതേ ആ വടിമേൽ ദൈവം നൽകിയിരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ വെറുതെ ഇരുന്നാൽ ഞാൻ പറയട്ടെ, നീ ചോദിച്ചതിന് മാത്രമല്ല, നീ പ്രതീക്ഷിക്കാത്ത ചിലത് കൂടെ ദൈവം തുടർന്നുള്ള മാസങ്ങളിൽ നിനക്കായി ഇന്നാളുകൾ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ ആമേൻ പറയാം? ഈ ദൂതൊരു പ്രവചനമാണ്. ഇത് മറക്കല്ല. ഇത് സുരേഷ് ബാബുവിന്റെ വചനമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. നീ പ്രതീക്ഷിക്കുന്നതല്ല, നീ പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ, സ്തോത്രം ദൈവിക കരുതലുകൾ അവൻ നിനക്കായി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ബദാം വൃക്ഷം തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഇസ്രായേൽ വരെ സ്തോത്രം റബിയ ഞാൻ കണ്ടു. പുള്ളിയടുത്ത് ഞാൻ ചോദിച്ചു, ഈ സ്തോത്രം ബദാം കൊമ്പ് തളർത്ത് പൂത്ത് ഫലം കായ്പാൻ എത്ര നാളാണ് ആവശ്യമായിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ പോലെ അത്രേ 9 മാസം വേണം അത് തളർത്ത് പൂത്ത് ഫലം കായ്പാൻ. 9 മാസം വേണം അത് തളർത്ത് പൂത്ത് ഫലം കായ്പാൻ. പക്ഷെ ഇന്ന് രാത്രി അഹരോൻ ചെറുവയ്ക്ക കൺവെൻഷൻ വന്നിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞേനെ, മറ്റുള്ളവന്റെ കേസിൽ 9 മാസം എടുത്തത് എനിക്ക് ഒറ്റ രാത്രി മതിയായിരുന്നു. മറ്റുള്ളവന്റെ കേസിൽ 9 മാസം എടുത്തത് എനിക്ക് ഒറ്റ രാത്രി മതി. ഇന്ന് രാത്രി നിങ്ങൾക്കുള്ള ദൂത, മറ്റുള്ളവർ 25 വർഷം കൊണ്ട് നേടിയത് നിനക്ക് ഒറ്റ ആഴ്ച കൊണ്ട് തരുവാൻ ദൈവം വിശ്വസനത്രേ. CK ഡാനിയൽ ഒരു തലമുറ മുഴുവൻ കൊണ്ട് നേടിയത് ഒറ്റ മാസം കൊണ്ട് കർത്താവിന്റെ ദാസന് കൊടുക്കാൻ ദൈവം വിശ്വസന. സ്തോത്രം. നമുക്ക് മുൻപായി കടന്നുപോയതായ മറ്റു ദൈവദാസന്മാർ അവിടെ തലമുറ മുഴുവൻ നേടിയത് ഒറ്റ മാസം കൊണ്ട് നിനക്ക് നൽകി തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി മറന്നു പോകല്ലേ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ചലനം അത് വർദ്ധിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം പറയും, സ്തോത്രം പറയും, സ്തോത്രം പറയും, സ്തോത്രം പറയും. പോരാ പോരാ പോരാ, അത് തളിർക്ക മാത്രമല്ല, ഓ കണ്ടിട്ടില്ലാത്ത തളിർപ്പ മാത്രമല്ല, കണ്ടിട്ടില്ലാത്ത പൂവും കണ്ടിട്ടില്ലാത്ത കായ.
നീ എപ്പോഴാ തളർത്തത്? അവൻ പറയും, സ്തോത്രം, ഞാൻ രാത്രിയിലാ തളർത്തത്. ഈ ലോകത്തിൽ സൺഡേ സ്കൂൾ ടീച്ചർ വെള്ളമടിച്ചപ്പോഴല്ല, എൻ്റെ ചർച്ച് സെക്രട്ടറി എനിക്ക് വേണ്ടി വളമിട്ടപ്പോഴല്ല, എൻ്റെ പാസ്റ്റർ എന്നെ പരിപാലിപ്പിച്ചതല്ല. പിന്നെയോ സ്തോത്രം, അതെ, എൻ്റെ ജീവിതത്തിൻ്റെ അർദ്ധരാത്രിയിൽ ഈ ലോകത്തിൻ്റെ ഫാക്ടം ഫോസിലല്ല ഞാൻ തഴച്ചത്, ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസത്തിലല്ല ഞാൻ തഴച്ചത്, എൻ്റെ ദൈവ കൃപയാൽ അത്രേ ഞാൻ തഴച്ചത്. ഹല്ലേലൂയ. ചിലർ മിണ്ടുന്നില്ല. അവർ മിണ്ടാത്ത കാര്യം എന്താണെന്നറിയോ? പണ്ട് ബയോളജി ടീച്ചർ ഇവർക്ക് പറഞ്ഞു കൊടുത്ത്, സ്തോത്രം, ഫോട്ടോസിന്തസിസ് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തളർക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ അഹരോൻ പറയും, സ്തോത്രം, ഈ ലോകത്തിലെ സൂര്യന്റെ പ്രകാശത്തിലല്ല ഞാൻ തളർത്തത്, എന്റെ കണ്ണുനീർ കാണുന്ന, എന്റെ വേദന കേൾക്കുന്ന, എന്റെ നീതി സൂര്യന്റെ പ്രകാശത്തിലത്രേ ഞാൻ തളർത്തത്. ദൈവ സാന്നിധ്യം ചുമക്കാൻ മരുഭൂമികളിൽ നിന്ന് ചിലത് പുറപ്പെടട്ടെ. ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ, ആർക്കും വേണ്ടാത്ത അവസ്ഥകളിൽ, ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്ന് ചിലത് ഇന്ന് രാത്രി പുറപ്പെടട്ടെ. രണ്ട് സ്തോത്രം, വെല്ലുവിളികളുടെ മധ്യത്തിൽ തളരാതെ ചിലത് തഴയ്ക്കട്ടെ. വെല്ലുവിളികളുടെ മധ്യത്തിൽ തഴയ്ക്കട്ടെ. നീ ഇന്ന് രാത്രി ഉലയുന്നുവെങ്കിൽ നീ ഉടഞ്ഞ താഴെ പോകാനല്ല, പകരം നീ ഉലയുന്നത് ആഴത്തിൽ വേരൂന്നി ഉയരത്തിൽ നീ ഫലം കായ്ക്കുവാനത്രേ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, മൂന്നാമതായി, the manna which is in the golden jar and the battered rod of Aaron. സ്തോത്രം, അതേ, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം അഹരോന്റെ തളർത്ത വടി. മൂന്നാമതായി വേദപുസ്തകം പറയുന്നു, നിയമത്തിന്റെ കൽപ്പലക. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ദൈവം ആ പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ഉപവാസത്തോടെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. മോശ പർവ്വതത്തിൽ കയറിപ്പോയി. മോശ ആരാ? വിക്കനാണ് മോശ. അവന്റെ പേര് സ്തോത്രം പോലും ചിലപ്പോ പറയാൻ പുള്ളിക്ക് തടസ്സമായിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ട്, വിക്കനായതുകൊണ്ട് മനുഷ്യൻ അവനോട് സംസാരിക്കത്തില്ലായിരിക്കാം. മനുഷ്യർ അവരോട് സംസാരിക്കാതെ മാറുന്നത്. ഇപ്പൊ സർവശക്തനായ ദൈവം പറഞ്ഞു, സാരമല്ല, നീ ഇങ്ങ് കയറി വാ. സ്തോത്രം, മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. 40 ദിവസം ദൈവസന്നിധിയിലായിരുന്നു. ദൈവമായ കർത്താവ് തന്റെ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗിൽ, ഞാൻ വീണ്ടും പറയുന്നു, സർവാംഗ സുന്ദരനായ ദൈവം തന്റെ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗിൽ, തന്റെ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗിൽ ദൈവവചനം എഴുതി അവന് കൊടുത്തു. 10 കൽപ്പന അവന് നൽകിയുണ്ടായി. ദ ടാബ്ലറ്റ്സ് ഓഫ് ദ കവനന്റ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, മഹത്വം നിന്റെ മേൽ ഇറങ്ങുവാൻ മൂന്നാമത് നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമത്രേ. ദൈവവചനം എവിടെയാണോ ഉള്ളത് അവിടെ നിന്റെ അവസ്ഥ മാറുക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, വചനത്താൽ ദൈവം ലോകത്തിലുള്ള സകലതിനെ സൃഷ്ടിക്കുകയുണ്ടായി. ഈ ലോകത്തിലുള്ള സകലത ദൈവമായ കർത്താവ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വചനത്താൽ അത്രേ. നിങ്ങൾ ഒരുപക്ഷെ സ്ലേനിന്റെ സ്പിരിറ്റ് അനുഭവിക്കുന്നവരായിരിക്കാം, നിങ്ങൾ 40 ദിവസം ഉപവസിക്കുന്നവരായിരിക്കാം, നിങ്ങൾ രോഗശാന്തിയുടെ പ്രധാനപ്പെട്ട വക്താക്കളായിരിക്കാം, ആൻഡ് സോ ഓൺ. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, വചനത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസി മാത്രമേ വളരത്തുള്ളൂ. വചനത്തിൽ നിൽക്കുന്ന മരം, സ്തോത്രം, മണ്ണിൽ നിൽക്കുന്ന ഒരു മരം വളരുന്നത് പോലെ വചനത്തിൽ നിൽക്കുന്ന സഭയ്ക്ക് മാത്രമേ വളരുവാൻ കഴിയത്തുള്ളൂ. നീ നിന്റെ അനുഭവത്തിലല്ല നിൽക്കേണ്ടത്, രോഗശാന്തിയിലും വിടുതലുമല്ല നിൽക്കേണ്ടത്, നീ ദൈവ വചനത്തിലത്രേ നിൽക്കേണ്ടത്. വചനം ദൈവമത്രേ, ദൈവം വചനമത്രേ. വചനം ജഡമായി തീർന്നവനത്തെ കർത്താവ് യേശു, സ്വർഗത്തിൽ അവന്റെ പേര് ദൈവത്തിന്റെ വചനം എന്നത്രേ. സ്തോത്രം. അതുകൊണ്ട് മൂന്നാമത് നിനക്ക് ആവശ്യം ദൈവവചനം. 2 പേര് തൊട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വചനമാണ് ആവശ്യം. പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വചനമാണ് ആവശ്യം. വചനമാണ് നിനക്ക് ആവശ്യം. എന്നാൽ ഈ വചനം അലമാലയിൽ ഇരിക്കാനുള്ളതല്ല, ഈ വചനം കമ്പ്യൂട്ടറിൽ കിടന്ന് കറങ്ങേണ്ടതല്ല. കേൾക്കണം, ഈ വചനം സ്തോത്രം നിന്റെ നാവിൽ ഇരിക്കേണ്ടതത്രേ. വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ നാവിലും ഇരിക്കണം. വചനം പറഞ്ഞു നോക്കണം, നിന്റെ അവസ്ഥ നിശ്ചയമായി മാറും. വചനം വിളിച്ചു പറ. ഞായറാഴ്ച പാസ്റ്റല്ല നിനക്ക് വചനം പറയേണ്ടത്, നീ വചനം വിളിച്ചു പറ. നിന്റെ അവസ്ഥ യേശുവിന്റെ നാമത്തിൽ മാറുക തന്നെ ചെയ്യുക. 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. വചനം നീ പറ, യേശുവിന്റെ നാമത്തിൽ നിന്റെ രോഗങ്ങൾ അപ്രത്യക്ഷമാകും. വചനം വിളിച്ചു പറ, നിന്റെ അന്തരീക്ഷം മാറുക തന്നെ ചെയ്യും. വ്യക്തികളെ, കുടുംബങ്ങളെ, നീ നിൽക്കുന്നത് അസ്ഥി താഴ്വരയിൽ ആയിരിക്കാം. നീ നിൽക്കുന്നത് അസ്ഥി താഴ്വരയിലാണെങ്കിലും നിന്റെ വാധരത്തിൽ ദൈവ വചനം ഉണ്ടെങ്കിൽ വചനം പറ. എസ്കേൽ
വചനം പറഞ്ഞതുപോലെ വചനം പറയുമ്പോൾ അസ്ഥി അസ്ഥിയോട് ചേരുന്നു, ഞരമ്പ് ഉണ്ടാകുന്നു, മാംസം കടന്നു വരുന്നു, തൊക്കുകൊണ്ട് ദൈവം അതിനെ പൊതിയുന്നു. ഓ, ഉണർവിന്റെ സൈന്യമായി അത് എഴുന്നേറ്റ് വരുന്നു. ഇന്ന് രാത്രിയിലും സാഹചര്യം പറയല്, ഡോക്ടർ പറഞ്ഞത് പറയല്, മനുഷ്യർ പറഞ്ഞത് പറയല്, ദുർഭൂതം പറഞ്ഞത് പറയല്, പകരം ദൈവത്തിന്റെ വചനം പറഞ്ഞോട്ടെ. മനുഷ്യൻ പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. നീ വീണ് പോകുമെന്ന്, നീ തകരുമെന്ന്, നിന്റെ തലമുറ ഗുണം പിടിക്കത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞ സകലതും പരിശുദ്ധാത്മാവിന്റെ കാറ്റില് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യപ്പെടുന്നു. Whom shall believe the report of the Lord? കർത്താവിന്റെ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറ, അതത്രേ ദൈവത്തിന്റെ റിപ്പോർട്ട്. എത്ര പേർ ഹല്ലേലൂയ പറയൂ? യേശു കർത്താവ് സാഹചര്യം പറഞ്ഞില്ല, പകരം അവൻ വചനമത്രേ പറഞ്ഞത്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ നോട്ടഡോമസ് അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ കർത്താവ് യേശു അത്രേ. നിങ്ങൾ ചില പ്രവചിക്കുന്നവരാണ്. യെസ്, ഓഫ് കോഴ്സ്, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആ സ്തോത്രം, അനോയിന്റിങ്ങിന്റെ ആ അഭിഷേകത്തിന്റെ ചലനം വളരെ കൃത്യമായി ഞാൻ അറിയുന്നു. മിക്കവാറും പ്രവാചകന്മാർ നാട്ടുകാരോടാണ് പ്രവചിക്കുന്നത്, മറ്റുള്ളവരോടാണ് പ്രവചിക്കുന്നത്. നമ്മൾ അതിനൊരു വാക്യവും പറയും, സ്തോത്രം, അതെ, പ്രവചനം അല്ലെങ്കിൽ കൃപാവരം പൊതുപ്രയോജനത്തിന് ഉള്ളതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് യേശു തന്നെ കുറിച്ച് എപ്പോ തിന്മ കേട്ടോ, അവൻ നാട്ടുകാരെ കുറിച്ച് മാത്രമല്ല പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. ഓ, മിണ്ടുന്നില്ല. ഞാൻ ഉപദേശപശക അല്ല പറഞ്ഞത്. സ്തോത്രം, യേശു കർത്താവ് നാട്ടുകാരെ കുറിച്ച് മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല പ്രവചിച്ചത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. യെരൂശലേം ദേവാലയത്തിന്റെ അരികിൽ നിൽക്കുമ്പോൾ ആരാണ്ട് പറഞ്ഞു, സ്തോത്രം, ഈ ആലയം നോക്ക്, പക്ഷെ ഇന്നലെയും ഇന്നും മാത്രമല്ല നാളെയും വിഷയങ്ങൾ ഉള്ളതുപോലെ കാണുന്നവനായ യേശു ഈ പ്രകാരം പറഞ്ഞു, ഈ ആലയം പൊളിഞ്ഞു പോകും, പക്ഷെ എൻ്റെ ശരീരമാകുന്ന ഈ ആലയമുണ്ടല്ലോ, 3 ദിവസം കൊണ്ട് ഞാനിതിന് വീണ്ടും പണിയ. അവൻ തന്നെ കുറിച്ച് പ്രവചിക്കുകയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചുറ്റും നിൽക്കുന്ന പലതും തകരുമെന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്നെ കുറിച്ച് നീ പറ, നോ, ഞാൻ കണ്ടതിനേക്കാൾ ഞാൻ കാണാൻ പോകുന്നത് അത്രേ വലുത്, ഞാൻ ചെയ്തതിനേക്കാൾ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പാൻ പോകുന്നത് അത്രേ വലുത്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2014 നിന്റെ 2015 ഒത്തിരി നല്ലതാകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ഭാവിയെ നോക്കി പ്രവചിച്ചാട്ടെ. നിന്റെ മക്കളെ നോക്കി പ്രവചിക്ക്. ഓ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കൊച്ചുമക്കളെ നോക്കി പ്രവചിക്ക്. നിന്നെ കണ്ടതല്ല വലുത്, നീ ചെയ്തതല്ല വലുത്. നിന്റെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ നല്ല കൺവെൻഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ നല്ല ക്രൂസേഡ് വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ അത്തരത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കട്ടെ. ഒരു ദിവസം മത നേതാക്കന്മാർ നിരന്നിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ആരാണ്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, നോക്ക്, മത നേതാക്കന്മാരാ. എന്നാൽ യേശു വീണ്ടും ഇതാ പ്രവചന ദൂതായി തന്റെ അധനം തുറന്ന് പറയുന്നു, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ജോന? നിങ്ങൾ യോനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ഓ, സ്തോത്രം, കർത്താവ് തന്നെ കുറിച്ച് പ്രവചിച്ച് പറയുക, യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കും, അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുക. ആരാണ്ട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ രാജാവ് ഹെരോദാവ് നിന്നെ ഒതുക്കാൻ പോവാ, അവന്റെ കയ്യിൽ സ്തോത്രം മൂർച്ചയുള്ള ഒരു വാളുണ്ട്. യേശു കർത്താവ് വിറച്ചില്ല, സാഹചര്യം പറഞ്ഞില്ല. അവൻ ഇപ്രകാരം പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഞാൻ നാളെയും സുവിശേഷം പ്രസംഗിക്കും, രോഗികളെ സൗഖ്യമാക്കുക. ഓ, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ തണുപ്പിക്കുന്ന വർത്തമാനം കേൾക്കുമ്പോൾ, നിന്നെ താളടിയാക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ, ഓ, തലകുലിക്ക് സമ്മതിക്കല്ലേ, വാ തുറന്ന് വചനം പറഞ്ഞോട്ടെ. നിന്നെ നോക്കി പ്രവചിക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനുവരിയെ, നിന്റെ ഫെബ്രുവരിയെ, നിന്റെ മാർച്ചിനെ, നിന്റെ ഭാവിയെ നോക്കി പ്രവചിക്ക്. എന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ചലിപ്പിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാ കൊച്ചുമക്കളെ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഓ, യേശുവിന്റെ നാമത്തിൽ വചനം പറ, പ്രവചനം പറ. കേരളത്തെ നോക്കി പ്രവചനം പറ. ഓ, ഭാരതത്തെ നോക്കി പ്രവചനം പറ. യേശുവിന്റെ നാമത്തിൽ ഇത് പറ്റിയ സീസണാ. ഓ, ഇത് പറ്റിയ കാലമാ. ഏതോ പാർട്ടി ഓഫീസുകൾ എന്തൊക്കെയോ തീരുമാനിച്ചു എങ്കിൽ, ഏതൊക്കെയോ നേതാക്കന്മാർ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നുവെങ്കിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ ജനം ഈ ദിവസം വിളിച്ചു പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ. ഓ, ശത്രുവിന്റെ പാളയത്തിൽ ഒരു ഇടിമുഴക്ക് ഈ ദിവസങ്ങൾ ദൈവം നൽകുവാൻ വേണ്ടി പോകുകയാണ്.
കേരളത്തിൽ ശത്രുവിന്റെ പാളയത്തിൽ ഇടിമുഴക്കത്തെ ദൈവം നൽകി. ശത്രു തമ്മിൽ വെട്ടുന്നത്, ശത്രുവിന്റെ പാളയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ ദിവസങ്ങളിൽ ദൈവജനം കാണുവാൻ പോകുകയാണ്. കരങ്ങൾ അടിക്കേണ്ടവർ നല്ല അടിക്കുക. Yes. പ്രവചനമത്രേ നീ പറയേണ്ടത്, സാഹചര്യമല്ല പറയേണ്ടത്. ഇനി മറ്റുള്ളതിനെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് പറയാൻ നിനക്ക് ധൈര്യം പോരെങ്കിൽ ഒരു മോൻ നോക്കുന്ന ഒരു കണ്ണാടി എടുത്തു വെച്ച് നിന്നെ കുറിച്ച് നീ പ്രവചിക്ക്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ ഞാൻ കാണാൻ പോകുന്നത് അത്രേ വലുത്. ഒന്ന്, ജീവിതത്തിന്റെ ഏകാന്തതകൾ തളരല്, ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു പോ. രണ്ട്, വെല്ലുവിളികൾ തഴയ്ക്കുന്നവനായിരിക്കെ. മൂന്ന്, നിന്റെ അധരത്തിൽ പരദൂഷണമല്ല, പകരം ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കട്ടെ. ഇത് മൂന്നുമുണ്ട് എങ്കിൽ വേദപുസ്തകം പറയുന്നു നിന്നിൽ നിറയുന്നത് ദൈവത്തിന്റെ മഹത്വം അത്രേ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മഹത്വം. ഒരിക്കൽ കൂടെ, മഹത്വം. സഹോദരങ്ങളെ, മഹത്വം ഉണ്ടെങ്കിൽ മഹത്വം ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. അത് തന്നെ ഒരു പ്രസംഗം. മഹത്വം മുൾപ്പടർപ്പിൽ ഇറങ്ങി ജനം വിടുവിക്കപ്പെട്ടു. മഹത്വം ഉണ്ടായിരുന്നു, അവിടെ മന്ന പെയ്തിറങ്ങി. മഹത്വം ഉണ്ടായിരുന്നു, അവിടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവർ ധരിച്ചിരുന്ന വസ്ത്രം പഴകിപ്പോയില്ല. മഹത്വം ഉള്ളിടപ്പോൾ കാടപ്പക്ഷിയും മന്നയും വന്നിറങ്ങി. മഹത്വം ഉള്ളിടത്ത് സ്തോത്രം ആരോഗ്യമുണ്ടായിരുന്നു. There was none feeble among them. അവർ ഒരുത്തൻ പോലും രോഗിയായി ഉണ്ടായിരുന്നതേ ഇല്ല. മഹത്വം ഉള്ളിടത്ത് പൊന്നും വെള്ളിയും സ്തോത്രം കുന്നുകൂടി. മഹത്വം ഉള്ളിടത്ത് സമാഗമന കൂടാരം എന്ന ദൈവത്തിന്റെ ഡിവൈൻ പ്രോജക്റ്റ് പൊങ്ങി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, ഞാൻ ഒരിക്കൽ കൂടെ പെട്ടെന്ന് പറയാം. സ്തോത്രം. അതെ, മഹത്വമുള്ളിടത്ത് വിടുതലുണ്ട്, മഹത്വമുള്ളിടത്ത് ആരോഗ്യമുണ്ട്, മഹത്വമുള്ളിടത്ത് ദൈവിക കരുതലുണ്ട്, മഹത്വമുള്ളിടത്ത് സംരക്ഷണയുണ്ട്, മഹത്വമുള്ളിടത്ത് ദൈവിക സമൃദ്ധിയുണ്ട്, മഹത്വമുള്ളിടത്ത് ദൈവ ശബ്ദമുണ്ട്, മഹത്വമുള്ളിടത്ത് അത്ഭുതങ്ങൾ അടയാളങ്ങളുണ്ട്, മഹത്വമുള്ളിടത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ജോൺസണുകളെ ഒരിക്കൽ കൂടെ സ്തോത്രം. അങ്ങനെ നോക്കിക്കേ, രണ്ട് കരൂപുകളുടെ മധ്യത്തിൽ ഇതാ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുക. ഇതാ ദൈവത്തിന്റെ പെട്ടകം. സ്തോത്രം. രണ്ട്, അത് കൂട്ടായ്മയുടെ ബന്ധമാത്രേ. നിന്നോടൊപ്പം ഐകമത്യപ്പെടുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ നിന്നോട് കൂടെ ഐകമത്യപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നാൽ മതി. അതിന്റെ നടുവിലിറങ്ങുന്നത് സ്തോത്രം. അതെ, അതിന്റെ നടുവിലിറങ്ങുന്നത് തുലാവർഷമല്ല, ഇടവപ്പാതിയല്ല, ദൈവത്തിന്റെ ശകന മഹത്വമായിരിക്കും. ഓ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. രണ്ട്, അത് കൂട്ടായ്മയുടെ സംഖ്യയാത്രേ. ഐകമത്യം. സ്തോത്രം. അത് വേദപുസ്തകം പറയുന്നു, which is nothing but the secret of the body of Christ. ദൈവ സഭയുടെ രഹസ്യമത്രേ ഐക്യം. അതിന്റെ മധ്യത്തിൽ മഹത്വം ഉണ്ടായിരുന്നു. ഹുസൈൻ എന്ന് പറയുന്ന ഒരുത്തൻ തൊട്ടു, ദൈവനെ തട്ടി. കാരണം അത്രയ്ക്ക് ആ മഹത്വത്തിന് ശക്തി ഉണ്ടായിരുന്നു. ആർക്കും ഈ പെട്ടകത്തെ തൊടാൻ പറ്റത്തില്ല. രണ്ടെല്ലും ഒരു തലയോടും പോലെ. മഹത്വം ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. കൂടുതൽ മഹത്വമുള്ളവൻ കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ദുർമരണങ്ങൾ നടന്നിട്ടുള്ളത് കഹാത്യ കുടുംബത്തിലാണ്. കാരണം കഹാത്യ കുടുംബമാണ് സ്തോത്രം ആർക്ക് ഓഫ് ദ കവനന്റ്, ദൈവത്തിന്റെ നിയമപെട്ടകത്തോട് ഏറ്റവും അടുത്ത് നിന്ന പുള്ളികള്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. കൂടുതൽ മഹത്വം ഏത് വ്യക്തിക്കാണുള്ളത് അവർ കൂടുതൽ സൂക്ഷിക്കട്ടെ. കേൾക്കണമേ. സ്തോത്രം. ഉസ്സ തൊട്ടവന് ദൈവം താട്ടി. പക്ഷേ വേദപുസ്തകം പറയുന്നു സ്തോത്രം, അതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈ പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ഒരപ്പച്ചന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അപ്പച്ചന് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടപ്പോൾ തലയിൽ എണ്ണയില്ലെങ്കിൽ ശരീരത്തിൽ എണ്ണ കാണത്തില്ല. ആദ്യ അഭിഷേകം വരേണ്ടത് തലയിലാണ്. തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് പാറ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്. സ്തോത്രം. എനിക്ക് ദർശനമില്ലാത്തത് കൊണ്ട് മരുമകൾക്കും ദർശനമില്ല. അവൾ പറഞ്ഞു മഹത്വം പോയി. നിന്നെ നോക്കി ആരോ പറഞ്ഞത് നിന്റെ മഹത്വം പോയി. ആരോ പറഞ്ഞു നിന്റെ ശുശ്രൂഷ പോയി. ആരോ പറഞ്ഞു നിന്റെ അഭിഷേകം പോയി. ആരോ പറഞ്ഞു നിന്റെ നല്ല കാലം പോയി. നിന്റെ തലമുടിയെല്ലാം നരച്ചിരിക്കുന്നു. നിനക്ക് റിട്ടയർമെന്റ് ഒരു കാലമായിരിക്കുന്നു. നിന്റെ മഹത്വം പോയി. എന്നാൽ സ്തോത്രം, മനുഷ്യൻ പറയുന്നത് കേട്ട് നീ ഒരിക്കലും ആശ്ചര്യപ്പെടല്ല. ആരെങ്കിലും നിന്റെ അടുക്കലേക്ക് വന്ന ആ അച്ചാച്ചൻ എന്നാ പറഞ്ഞു, ആ അമ്മാമ്മ എന്നാ പറഞ്ഞു ചോദിക്കല്ല. പകരം ആരെങ്കിലും നിന്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കണം, എന്നെ വീണ്ടെടുത്ത എന്റെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു.
മനുഷ്യന്റെ ശബ്ദം കേട്ട് തളരല്, പകരം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ തളിർക്കണ. സ്തോത്രം. മഹത്വം പോയി. എന്നാൽ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കുഞ്ഞെ, മഹത്വം പോയതല്ല, അവൻ എന്നെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഉസിയെ നോക്ക്, അവന് തൊട്ടപ്പോ തന്നെ അവൻ പ്രമാണം ഉള്ളവനാ. ഉസ പ്രമാണം ഉള്ളവൻ തൊട്ടപ്പോ ഞാൻ അവനെ തട്ടി. അപ്പൊ പ്രമാണം ഇല്ലാത്തവനെ ചാരം പോലും കാണത്തില്ല. അപ്പൊ അവൻ എന്നെ പിടിച്ചതല്ല, പിടികൊടുത്തതാ. അങ്ങനെ പറ. ഇതറിയാമെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ? സ്തോത്രം. നോക്കേ, അതെ നോക്ക്, അവൻ എന്നെ പിടിച്ചതല്ല, ഞാൻ അങ്ങ് പിടികൊടുത്തതാ. എന്തിനാ കർത്താവ് നീ പിടികൊടുത്തത്? പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. എന്തിനാ നീ പിടികൊടുത്തത്? സ്തോത്രം. 1 ശമൂവേൽ നമ്മൾ വായിച്ചു കേട്ടു, കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ശത്രു അപ്പുറത്തുണ്ട്. എന്നുമില്ല, ഈ സീസൺ വരുമ്പോഴാണ് അറ്റാക്ക്. സ്തോത്രം. എന്ത് നല്ലൊരു ശുശ്രൂഷയുണ്ടോ അന്നാണ് അറ്റാക്ക്. എന്ത് നല്ലൊരു സ്തോത്രം കാര്യമുണ്ടോ അന്നാണ് അറ്റാക്ക്. ഒരു ദിവസം ഒരു സെർട്ടൻ ലെവലിനപ്പുറത്ത് എനിക്ക് മുന്നേറാൻ പറ്റുന്നില്ല എന്ന് ഞാൻ തലയെടുക്കുമോ അന്നാണ് എനിക്ക് അറ്റാക്ക്. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ടെൻഷന്റെ കീഴിലല്ല ജീവിക്കേണ്ടത്, നീ സ്വസ്ഥതയിലാണ് ജീവിക്കേണ്ടത്. നീ പ്രശ്നം കണ്ടല്ല ജീവിക്കേണ്ടത്, നീ വെല്ലുവിളിക്ക് കീഴിലല്ല ജീവിക്കേണ്ടത്. നിന്റെ മുകളിലൊരു വാള് ഇങ്ങനെ കിടന്ന് തൂങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ഈ സീസൺ നോക്കി, നിന്റെ കാലം നോക്കി അറ്റാക്ക് ചെയ്യുന്ന പ്രശ്നമുണ്ടല്ലോ, അതിന്റെ കൊമ്പല്ല ഞാൻ വെട്ടാൻ വേണ്ടി പോകുന്നത്. നിന്റെ കാലം നോക്കി, നിന്റെ സമയം നോക്കി, നിന്റെ ശുശ്രൂഷ നോക്കി. സ്തോത്രം. ആരൊക്കെയോ മനസ്സിലായി? നിന്റെ കാലം നോക്കി, നിന്റെ ശുശ്രൂഷ നോക്കി നിനക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാനതിന്റെ ശിഖരമല്ല ഞാൻ വെട്ടാൻ വേണ്ടി പോകുന്നത്, അതിന്റെ അവസാനത്തെ വേര് പോലും അവിടെ ഇല്ലാത്തവനാണ്. ഞാനതിനെ പറിച്ചെടുത്ത് എന്റെ ജനത്തിന് ഒരു സ്വസ്ഥത നൽകുവാൻ പോകുകയാണ്. Come on. നിലനിൽക്കുന്ന സ്വസ്ഥത. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, നിലനിൽക്കുന്ന സ്വസ്ഥത. നിലനിൽക്കുന്ന സ്വസ്ഥത. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കൈവിട്ടു പോയി എന്ന് പറയുന്നത്, അയ്യോ അങ്ങനെ ആയല്ലോ എന്ന് പറയുന്നത്, അതൊരിക്കലും തിന്മയ്ക്കല്ല, അത് നിലനിൽക്കുന്ന നന്മയ്ക്കത്രേ. നിങ്ങൾ മിണ്ടുന്നില്ല. അതൊരിക്കലും തിന്മയ്ക്കല്ല, അത് നിലനിൽക്കുന്ന നന്മയ്ക്കത്രേ. അടുത്ത പ്രാവശ്യം കൺവെൻഷന് ഞാൻ വീണ്ടും വരുമെങ്കിൽ ഈ ദൂതിന്റെ, ഈ പ്രവചന ദൂതിന്റെ ഫുൾഫിൽമെന്റ് നിങ്ങൾ വന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ ഇനി പ്രശ്നത്തിന് കീഴിലല്ല ചെറുവക്കൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നത്, സ്വസ്ഥതയിലത്രേ. സ്വസ്ഥതയിലത്രേ. തിരമാലയും കൊടുങ്കാറ്റുമുള്ള വെള്ളത്തിൻ മീതെ അല്ല ദൈവാത്മാവ് ചലിക്കുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ മീതെ അത്രേ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചത്. യേശുവിന്റെ നാമത്തിൽ ആ സ്വസ്ഥതകളെ ആത്മാവ് ഇന്ന് രാത്രി ശാസിക്കപ്പെടുകയാണ്. സഭാമണ്ഡലത്തില്, ശുശ്രൂഷ മണ്ഡലത്തിലുള്ള അസ്വസ്ഥതകളെ ആത്മാവ്, കുടുംബ മണ്ഡലങ്ങളിലുള്ള അസ്വസ്ഥത ആത്മാവിനെ ഇന്ന് രാത്രി കർത്താവ് ശാസിക്കുകയാണ്. കമാൻ വായു തുറന്ന്. എനിക്ക് പാരാട്ടമുണ്ടെന്ന് പറയല്ലേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്തോത്രം. എതിർക്കേണ്ടത് എതിർക്ക്, ശാസിക്കേണ്ടത് ശാസിക്കപ്പെടട്ടെ, ഒതുങ്ങേണ്ടത് ഒതുങ്ങട്ടെ. നീ ജീവിക്കേണ്ടത് സ്വസ്ഥതയിലത്രേ. അസ്വസ്ഥമാക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ പെട്ടകത്തെ വെച്ച് ആദ്യത്തെ ദിവസം രാത്രിയിൽ ദൈവം ഇറങ്ങി വരിക. ഞാൻ പറഞ്ഞു, സ്തോത്രം. പകലത്തേക്കാൾ അവൻ ഏറ്റവും കൂടുതൽ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത് രാത്രിയിൽ അത്രേ. രാത്രിയിൽ കർത്താവ് സ്തോത്രം ഇറങ്ങി വന്നു. ദാഗോൻ ഇളകിയും നിലത്ത് വീണു. യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഇന്ന് രാത്രി കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. നാളെ ഞായറാഴ്ച സ്തോത്രം, തിങ്കളാഴ്ച ഇറങ്ങുന്ന പേപ്പർ നീ നോക്കിക്കൊള്ളണം. തിങ്കളാഴ്ച ഈ പ്രദേശത്ത് ഒരു വാർത്ത ദൈവകൃപയാൽ അച്ചടിച്ചു വരുവാൻ വേണ്ടി പോകുകയാണ്. കാരണം സ്തോത്രം, ഇത് എന്റെ വചനമല്ല, ഇത് ദൈവത്തിന്റെ വചനം എന്നറിവാൻ ഇന്ന് രാത്രി ഈ വിടുതൽ ഈ ക്യാമ്പസിൽ മാത്രമല്ല വ്യാപരിക്കുന്നത്, ആകാശമണ്ഡലത്തിൽ ഈ പ്രദേശം മുഴുവൻ ഈ ദൂതിന്റെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വോളണ്ടിയേഴ്സ് ചലിക്കുന്നില്ല, പകരം ശക്തന്മാരെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. പാസ്റ്റർകളെ, കഴിഞ്ഞ നാളുകളില്ലാത്ത ഏതോ സ്പിരിച്വൽ റെസിസ്റ്റൻസ് ഈ ദൂതിന്, ഈ കൺവെൻഷനെതിരെ, ശുശ്രൂഷകൾക്കെതിരെ ഉണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ആ ദാഗോന്യ മണ്ഡലം ഇന്ന് രാത്രി അതിന്റെ അടിസ്ഥാനം പൊളിയുകയാണ്. ശബ്ദമുയർത്തി
ശബ്ദമുയർത്തി ശക്തിയോടെ ശക്തിയോടെ. പെട്ടകത്തിന്റെ മുൻപിൽ ദാഗോന് ഇരിപ്പാൻ കഴിഞ്ഞില്ല. അത് ഇളകി വീഴുകയല്ല ചെയ്തത്, പകരം സെക്കൻഡ് റൗണ്ടിൽ ബൈബിൾ പറയുന്നു പല കർഷണമായി അത് ഉടഞ്ഞുപോയി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റുന്ന ദൈവത്തെ ആരാധിക്കുക, എഴുന്നേറ്റുന്ന ദൈവത്തെ ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുൻപിൽ ദാഗോന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പല കഷണങ്ങളായി അവൻ ഉടഞ്ഞു പോയി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ വായ്കൾ തുറക്കട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആ പെട്ടകം, ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഏതോ മലയുടെ മുകളിലല്ല, ഏതോ താഴ്വരയിലല്ല, ഏതോ മാർബിളല്ല, ഏതോ സ്തോത്ര ഗ്രാനൈറ്റിലല്ല. The presence of Jesus, യേശുവിന്റെ ആ സാന്നിധ്യം നിന്റെ ഉള്ളിലത്രേ. ആരും ഈ ഗ്രൗണ്ടിൽ നടക്കരുത്. എല്ലാ കണ്ണുകളും അടയട്ടെ, ശബ്ദമുയർത്തിയാട്ടെ. ഓ ജനം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ദാഗോൻ വീണ് ഉടയട്ടെ. അത് ഒരുപക്ഷെ ക്യാൻസറുകളായിരിക്കാം, ഒരുപക്ഷെ സ്തോത്രം മറ്റേതെങ്കിലും രോഗങ്ങളായിരിക്കാം, കടഭാരമായിരിക്കാം, ക്ഷുദ്ര പ്രയോഗങ്ങളായിരിക്കാം, ആഭിചാര മണ്ഡലങ്ങളായിരിക്കാം. നസ്രേന യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് മുൻപിൽ, ദൈവ മഹത്വത്തിന് മുൻപിൽ, വീണ്ടും ദൈവ മഹത്വത്തിന് മുൻപിൽ ആ ദാഗോന്യ ശക്തികൾക്ക്, അന്ധകാര മണ്ഡലങ്ങൾക്ക്, ക്ഷുദ്ര പ്രയോഗങ്ങൾക്ക്, സ്തോത്രം രോഗങ്ങൾക്ക്, ശാപങ്ങൾക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അത് ഉടയുന്നു. Come on, come on. കണ്ണുകൾ അടച്ച് ശബ്ദമുയർത്തി. ഓ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ രക്തത്താൽ ജയ, യേശുവിന്റെ രക്തത്താൽ ജയ, യേശുവിന്റെ രക്തത്താൽ ജയ, യേശുവിന്റെ രക്തത്താൽ ജയ, യേശുവിന്റെ രക്തത്താൽ ജയ. നീ ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ആ വിടുതലുകൾ നടക്കുകയാണ്. നീ ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ഓഫീസിൽ ആ വിടുതലുകൾ നടക്കുകയാണ്. നീ ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നീയുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിൽ സ്തോത്രം ദൈവത്തിന്റെ വിടുതല കര ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഓ യെസ് യെസ്. ശക്തിയോടെ ശക്തിയോടെ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശക്തിയോടെ. ഓ ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്. യേശുവിന്റെ നാമത്തിൽ കൂടെ കൂടെ വരുന്ന പ്രശ്നങ്ങൾ, കൂടെ കൂടെ വരുന്ന പോരാട്ടങ്ങൾ, കൂടെ കൂടെ വരുന്ന വെല്ലുവിളികൾ ഇന്ന് രാത്രി ഇനി മേലാൽ സ്തോത്രം അത് നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേലാൽ നീ കാണുകയില്ല. ഇനി മേലാൽ ആ പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല. ഇന്നലത്തെ പെരുവെള്ളങ്ങൾ ഇനി മേലാൽ പൊങ്ങുകയില്ല. സമുദ്രത്തിന് അതിർ കൽപ്പിച്ചവൻ അതിനെ അതിർ കൽപ്പിച്ചു മാറ്റുന്നു. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്. ഈ മുന്നിലായിരിക്കുന്ന എല്ലാ ഗേൾസ് ആൻഡ് ബോയ്സ് ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. രണ്ട് കരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഏതാണ്ട് വലുത് ഇന്ന് രാത്രി കർത്താവ് ചെയ്യുക. ദേശത്തിന്റെ മണ്ഡലത്തിൽ കർത്താവ് ഏതാണ്ട് വലുത് ചെയ്യുക. മന്ത്രവാദ പുരകൾക്ക് ഇന്ന് രാത്രി തീ പിടിക്കുക. ആ വിചാര കേന്ദ്രങ്ങൾ ഇന്ന് രാത്രി ഉടയുക. സാത്താന്റെ കൂടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകരുക. യേശുവിന്റെ രക്തത്താൽ ജയ. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം നിങ്ങളുടെ കരങ്ങളിൽ ശബ്ദം ഉയരട്ടെ, കരങ്ങളിൽ ശബ്ദം ഉയരട്ടെ. എവിടെയൊക്കെയാണ് ഒരു പോരും പോർക്കള മണ്ഡലവും നീ കാണുന്നത്? വാ തുറന്ന് ശാസിക്കരുത്. വിദ്യാഭ്യാസത്തിലാണോ, ഭാവിയിലാണോ, അഡ്മിഷനിലാണോ, എവിടെയാണോ നിനക്ക് പ്രശ്നമുള്ള കുരുക്കിനെ ഇന്ന് രാത്രി അഴിച്ചുവിട്ട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നൂ. നിന്മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നൂ.
കർത്താവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. എല്ലാം തിന്മയെന്ന് വീഴ്ത്തി എഴുതിയിരിക്കുന്ന സ്ഥാനത്ത് ആ തിന്മയിൽ കർത്താവ് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്. അതവൻ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. കിട്ടിയിട്ട് സ്തോത്രം പറയാമെന്ന് പറയല്ല. കർത്താവ് ചെയ്യുന്ന വിടുതലിനായി സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ഈ അർദ്ധരാത്രിയുടെ കാലഘട്ടത്തിൽ നീ തളിർക്കുവാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നീ തളിർക്കുവാൻ പോകുകയാണ്. കണ്ടിട്ടില്ലാത്തൊരു തളിർപ്പ് നിന്റെ മുരടിച്ചിരിക്കുന്ന മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ്. കണ്ടിട്ടില്ലാത്ത തളിർപ്പ്, കണ്ടിട്ടില്ലാത്തതായ അതേ പൂവ്, കണ്ടിട്ടില്ലാത്തതായ കായ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ പോകുന്നു. യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. എല്ലാ ബലഹീനതകളും നീ രാത്രി വിട്ടുപോകുന്നു. എല്ലാ നട്ടൽ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറയുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ നട്ടൽ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മറയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ഗ്രൗണ്ടിൽ ആരും നടക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ ആർത്രൈറ്റിസിന്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നു. എല്ലാ ആർത്രൈറ്റിസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മറയുന്നു. എല്ലാ കേൾവിക്കുറവുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നു. തലച്ചോറിന് ബ്രെയിന് പ്രശ്നമുള്ളതായ ഒരു വ്യക്തി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ തലച്ചോറിനെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ വിടുതൽ ഇന്ന് രാത്രി നിന്റെ മേൽ കടന്നു വരുന്നു. താങ്ക് യു ജീസസ്. പാർക്കിൻസൺസ് പോലെ ശരീരം വിറക്കുന്നതായ ക്രമത്തിലായിരിക്കുന്ന ഒരു പിതാവ് ഈ രാത്രി ഈ ഗ്രൗണ്ടിലുണ്ട്. യേശുവിൻ്റെ അത്ഭുത വിടുതൽ ഇന്ന് രാത്രി കർത്താവ് നിന്റെ മേൽ അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ 3.5 വർഷം സ്ട്രോങ് മെഡിക്കേഷൻ, സ്ഥിരമായി മരുന്ന് കഴിച്ച് 3.5 വർഷം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരി മിനി ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ കർത്താവ് തന്നെ സൗഖ്യമാക്കുന്നു. ആ സെന്ററിൽ ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ട ഒരു യുവതിയെ പരിശുദ്ധാത്മാവിന്റെ മുന്നിൽ കാണിക്കുന്നു. ഭാഗികമായി നിനക്ക് കാഴ്ചയില്ല. ആ കണ്ണുകളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ കടന്നു വരികയാണ്. എല്ലാ സ്റ്റോൺ പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ മറയുന്നു. എല്ലാ സ്റ്റോൺ കംപ്ലൈൻസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. ആൽബർട്ട് എന്ന പേരുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ വിടുതൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ നിന്റെ മേൽ കടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ രോഗമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. നിങ്ങളുടെ വേദനയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. നിങ്ങൾക്ക് ബലഹീനതയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച് സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പരിശുദ്ധാത്മാവിൽ തന്നെ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ച്, ശബ്ദമുയർത്തി എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം ഉയരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അത്ഭുതങ്ങളുടെ ദൈവമേ വിശ്വാസ കർത്താവേ, എന്ത് പറയണമെന്ന് അവിടുന്ന് പറഞ്ഞു, അത് മാത്രം അടിയാൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഈ ജനത്തിന്മേൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ ശക്തികളെ സ്വർഗത്തിനും ഭൂമിക്കും സർവാധികാരം പ്രാപിച്ച നസ്രേനി യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സകല രോഗത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സകല ബലഹീനതയുടെ ആത്മാവിന് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ വേദനകളും ഇന്ന് രാത്രി അപ്രത്യക്ഷമാകട്ടെ. സകല അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. ഇന്ന് രാത്രി തല മുതൽ പാദം വരെ ഈ ജനത്തിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. വിടുതലായി സ്തോത്രം. തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. അസ്ഥികളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, ത്വക്കിലേക്ക്, ഞരമ്പിലേക്ക്, ഈ ജനത്തിലേക്ക് സൗഖ്യത്തിന്റെ ശക്തി ഈ രാത്രി ഇപ്പോൾ തന്നെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ രോഗങ്ങൾ മറയുന്നതിനായി സ്തോത്രം. ആ വേദനകൾ മറയുന്നതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നതിനായി സ്തോത്രം. വഴി നടത്തും പൂർണ്ണ വിടുതലായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, യേശുവിന്റെ നാമത്തിൽ തന്നെ രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയരാമോ
അത്രത്തോളം രണ്ട് കരങ്ങൾ നന്നായി സ്ട്രെച്ച് ചെയ്താട്ടെ, ഉയർത്തിപ്പിടിച്ചാട്ടെ. കണ്ണുകളടച്ച്, കണ്ണുകളടച്ച്. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയരാം അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഈ കരങ്ങൾ ഒഴിഞ്ഞതല്ല, ഈ കരങ്ങൾ ഒഴിഞ്ഞതല്ല, ഈ ഹൃദയങ്ങളും ഒഴിഞ്ഞതല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കുവാൻ, the presence of God, ദൈവത്തിന്റെ സാന്നിധ്യം ചുമക്കുവാൻ ഈ തലമുറയിൽ അവൻ നിന്നെ കണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടച്ച കരങ്ങൾ ഉയർത്തുന്നു. പ്രസംഗം കഴിഞ്ഞവന് നീയായി പരിശുദ്ധാത്മാവായി, പ്രസംഗം കഴിഞ്ഞവന് നീയായി പരിശുദ്ധാത്മാവായി. ആരെയൊക്കെ കർത്താവ് തൊടുകയാണ്. ആടമേലോ വലിയ ശക്തി ഇന്ന് രാത്രി നിലനിൽക്കുകയാണ്. ആടമേലോ വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ആടിയ നുഖങ്ങൾ, ചങ്ങലകൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറിയിരിക്കുകയാണ്. ആരൊക്കെ ഈ വെല്ലുവിളിയുടെ നടുവിൽ തളർക്കുവാൻ പോവുകയാണ്. നിനക്ക് മുൻപായി പോയ മറ്റുള്ളവർക്കില്ലാത്ത ഒരു തളർപ്പ് നിന്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുകയാണ്. നിനക്ക് മുൻപായി പോയ മറ്റുള്ളവർ മുരടിച്ച സ്ഥാനത്തെ കണ്ടിട്ടില്ലാത്ത പലത് കർത്താവ് നിന്നിലൂടെ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ പുറത്തെടുക്കുവാൻ പോകുകയാണ്. രണ്ട് കരങ്ങളെ മറുപടി ചേർത്ത് വെച്ച് രണ്ട് കരങ്ങളെ മറുപടി ചേർത്ത് വെച്ച് ആര് കുഞ്ഞെ നിൽക്കരുതേ. സ്വർഗത്തിലേക്ക് നോക്കിയേ. ഇരുപത്തിരണ്ടാം കൺവെൻഷന്റെ അവസാന രാത്രി കണ്ണുകളെ അടച്ച്, നിർബന്ധമായി കണ്ണുകൾ അടച്ച്, ഒരപ്പന്റെ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മൾ കണ്ണുനീരോടെ പറയും, കണ്ണുനീരോടെ പറയും. ആര് കൈവിട്ടാലും, എന്തൊക്കെ നടന്നാലും, ഏത് തീയായാലും ഏത് വെള്ളമായാലും, നിന്റെ സാന്നിധ്യം മാത്രം എനിക്ക് മതി. നിന്റെ സാന്നിധ്യം മാത്രം എനിക്ക് മതി. കണ്ണുകൾ അടച്ച് ആർക്കോ നിലവിളിക്കണമെന്ന് തോന്നുന്നു, ആർക്കോ പൊട്ടിക്കരയണമെന്ന് തോന്നുന്നു. കൈവിടുന്ന ലോകത്ത്, ചതിക്കുന്ന ലോകത്ത്, തള്ളിക്കളയുന്ന ലോകത്ത്, ഉപേക്ഷിക്കുന്ന ലോകത്ത് എൽ ഷഡായ്, എൽ ഷഡായ്, എൽ ഷഡായ്, എൽ ഷഡായ്, എൽ ഷഡായ്, ഇമ്മാനുവേൽ നിന്നോട് കൂടെ. ഈ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിൽക്കട്ടെ. ഒരു മേഘം ഇവിടെയുണ്ട്. ആ തേജസ്സിന്റെ മേഘം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുക. യോസഫ് പറയും, ആരും എന്നോട് കൂടെ ഇല്ലായിരുന്നു. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളും സുഹൃത്തുക്കളുമില്ല. പക്ഷെ പൊട്ടക്കിണറിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നു. അടിമച്ചന്തയിൽ ദൈവം എന്നോട് കൂടെ ഇരുന്നു. പൊത്തിഫറയുടെ ഭവനത്തിൽ ദൈവം എന്നോട് കൂടെ ഇരുന്നു. അപവാദ കഥ കേട്ടപ്പോ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ആ ജയിലിൽ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ആ ദൈവം എന്നെ പ്രശ്നങ്ങളിട്ട് പൂട്ടുന്നവനല്ല,
ആൾ മാറിയവനായി എന്നെ പുറത്തെടുക്കുന്നവനത്രേ. കണ്ണുകളെ അടച്ച് നിർബന്ധമായി കണ്ണുനീരോട് അവനോട് പറഞ്ഞ്, കർത്താവേ നീ എന്നോട് കൂടെ ഇരിക്കും. You need Jesus. യേശുവാണ് നിനക്ക് വേണ്ടിയത്. കത്തോലിക്കനാണോ, ഓർത്തഡോക്സ് ആണോ, മാർത്തോമയാണോ, പെന്തക്കോസ്റ്റാണോ, നീ ആരായാലും നിനക്ക് ആവശ്യം യേശു അത്ര. എല്ലാ കണ്ണുകളും നിർബന്ധമായി അടയുമ്പോൾ, ബ്രദർ, എൻ്റെ ജീവിതത്തിൽ യേശു എൻ്റെ ജീവിതത്തിൽ ഇരിക്കണം. കർത്താവായി യേശു എൻ്റെ ജീവിതത്തിൽ എന്നോട് കൂടെ ഇരിക്കണം എന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ കൂടെ ഇരിക്കണം എന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുന്നവരുടെ കരങ്ങൾ താണിരിക്കട്ടെ. അതേസമയത്ത് ഇന്ന് രാത്രി ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുക്കുന്നു എന്ന് പറയുന്നവർ വേഗത്തിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി ആദ്യമായി എൻ്റെ ഹൃദയത്തെ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തെ ഞാൻ കൊടുക്കുന്നു, യേശു എന്നോട് കൂടെ ഇരിക്കണമെന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലുത് കരങ്ങൾ ഉയർത്തിയാട്ടെ. ആ കൈകൾ താഴ്ത്തിയിടല്ലേ, ആ കരങ്ങൾ ഉയർന്ന് തന്നെ ഇരിക്കട്ടെ. ആ കരങ്ങൾ ഉയർന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയുന്ന പ്രാർത്ഥന ഈ ജനം ശബ്ദമുയർത്തി പറയണം, ശബ്ദമുയർത്തി പറയണം. കണ്ണുകൾ അടച്ച് ഇവരുടെ പ്രോത്സാഹനത്തിനായി നമ്മൾ ഒരുമിച്ച് പറയാൻ പോവാം. ആരും ഈ ഗ്രൗണ്ടിൽ നടക്കരുത്. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. ശബ്ദമുയർത്തി പറഞ്ഞേ, കർത്താവായ യേശുവേ, ഇന്ന് രാത്രി അങ്ങയുടെ മുൻപിൽ ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞേ, ഞാനൊരു പാപി. പറഞ്ഞ യേശു കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ. പറഞ്ഞേ, ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരിനെ അവിടെ നിന്ന് എഴുതണമേ. രക്ഷയുടെ സന്തോഷം അവിടുന്ന് എനിക്ക് നൽകണമേ. പറഞ്ഞ യേശു കർത്താവേ, ഇന്ന് രാത്രി അങ്ങയെ രക്ഷകനായി കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ജയജീവിതത്തിനായി, വീണ്ടും ജയജീവിതത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നന്ദി പറ. ആര് മാറിയാലും ആര് തള്ളിയാലും നീ അനാഥനല്ല, നീ ലോൺലി അല്ല. മരുഭൂമിയിൽ, നിന്റെ മരുഭൂമിയിൽ, നിന്റെ പത്മോസിൽ, നിന്റെ മരുഭൂമിയിൽ ശക്തിയുടെ പാക്കേജായി, നിന്റെ പത്മോസിൽ വെളിപ്പാടിൻ്റെ പരമ്പരയുമായും അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, കണ്ണുകളടച്ച്. യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. ബ്രദർ, തീരുമാനിച്ചട്ടെ. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്നു. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും എന്ന് തീരുമാനിക്കുന്നവരുടെ കരങ്ങൾ വേഗത്തിൽ ഉയർന്നാട്ടെ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുന്നവരുടെ കരങ്ങൾ എത്രത്തോളം ഉയരാമോ അത്രത്തോളം ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർന്നാട്ടെ. എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയരാമോ അത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുന്നവരുടെ കരങ്ങൾ എത്രത്തോളം ഇനിയുണ്ട്. ഇനിയും സ്നാനപ്പെടാത്ത എല്ലാവരും സ്തോത്രം. കർത്താവ് യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുന്നവരുടെ കരങ്ങൾ ഉയരട്ടെ. കരങ്ങൾ ഉയരട്ടെ. ആ കരങ്ങൾ ഉയർത്തിയവർ അവിടെ നിൽക്കരുത്, വേഗത്തിൽ മുന്നിൽ വന്നേ. ആ കരങ്ങൾ ഉയർത്തി വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. വരിക വരിക. ബ്ലസ്സഡ്, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. വരിക. യേശു എന്റെ സ്നേഹിതൻ, ഓടി വന്നേ. യേശു പകുതി വഴിയിൽ വന്ന് നിൽക്കരുത്, വന്നേ. പ്രാണപ്രിയൻ,
സുഖമുള്ള കാലത്തും വേഗത്തിൽ വന്നേ, വേഗത്തിൽ വന്നേ. പകുതി വഴിയിൽ വന്ന് നിൽക്കരുത്. ഈ മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് നിന്നേ. പകുതി വഴിയിൽ വന്ന് നിൽക്കരുത്. സുഖമുള്ള കാലത്തും കണ്ണുനീരത്തും യേശു മാത്രം മതി. യേശു എന്റെ സ്നേഹിതൻ. എല്ലാവരും ചേർന്ന് യേശു എന്റെ പ്രാണപ്രിയൻ. യേശു എന്റെ സ്നേഹിതൻ. ശക്തിയോടെ യേശു എന്റെ പ്രാണപ്രിയൻ. ശബ്ദമുയർത്തി സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്തും കണ്ണുനീരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്തും കണ്ണുനീരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും. യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ. യേശു എന്നെ നന്നായി ഈ മുന്നിൽ വന്ന കുഞ്ഞുങ്ങൾ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ യേശു. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ആര് മാത്രം മതി? ഒരിക്കൽ കൂടെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഈ അടുത്ത മാസങ്ങളൊന്നും ഇത്രയും യങ്സ്റ്റേഴ്സ് സ്നാനപ്പെടാൻ വേണ്ടി വന്നാൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു മിക്സ് ഗ്രൂപ്പാണ് മിക്കവാറും നമ്മൾ എല്ലായിടത്തും കാണുന്നത്. രാത്രി പാസ്റ്റർ പറഞ്ഞ 82 പേർ സ്നാനപ്പെടാനായിട്ട് മുന്നോട്ടുണ്ട്. പർട്ടിക്കുലർലി കുഞ്ഞുങ്ങൾ, യൗവനക്കാർ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ. നോക്കിയേ, അങ്കിളെ നോക്കിയേ. ശമൂവേലിന്റെ ദൈവം, ദാനിയലിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, ഇന്ത്യൻ ചർച്ചിൽ നിങ്ങളുടെ ദൈവം. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത് ദൈവത്തിന് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുക. വലിയ ശക്തമായ ആത്മീയമായ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ചിലർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ചില ദാനിയൽമാർ ഇവിടെയുണ്ട്. ചില എസ്തേർമാർ ഇവിടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്നേ പണ്ടേ പിച്ച് ചിന്തുവാൻ സത്താൻ വെല്ലുവിളിച്ച ചില പ്രിയപ്പെട്ടവരുണ്ട്. സത്താൻ ഇനി നിന്നെ തൊടാൻ പറ്റില്ല. അവൻ തൊടണമായിരുന്നു, തകർക്കണമായിരുന്നു, പണ്ട് കിടക്കണമായിരുന്നു. ഇനി പറ്റത്തില്ല. ഏതായാലും നീ കൃപയിൽ വന്നു കഴിഞ്ഞു. ഇനി പറ്റത്തില്ല. ഇനി പിശാചിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ജനം പ്ലീസ് ദയവായി നിങ്ങളുടെ കരങ്ങൾ ഈ സഹോദരങ്ങൾ നേരെ നീട്ടുമോ?
നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ പ്രേരണ ഉണ്ടെങ്കിൽ ഇവിടെ മേൽ സ്തോത്രം എന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പരിശുദ്ധാത്മ നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ കമോൺ ഒരുമിച്ചൊന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. റോബോ ശാന്തലന മഹുനിയാസ്യ. എൻ്റെ പ്രസംഗത്തിൻ്റെ വലിപ്പമല്ല, റിയലി ഞാൻ ചില ദൂതുകൾ പറയാൻ വേണ്ടി മാത്രം വന്നത്. ഓൾറെഡി ഐ ടോൾഡ് യു, ഒരു പ്രസംഗമല്ല എൻ്റെ ഹൃദയത്തിൽ കിടന്നത്, ഒരു ദൂത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. പക്ഷേ സ്തോത്രം പ്രസംഗമല്ല, പ്രസംഗത്തിൻ്റെ ഭോഷത്വം കൊണ്ട് ജനത്തെ കർത്താവ് സ്തോത്രം രക്ഷിക്കുന്നത്. കമാൺ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങളെ നീട്ടി പ്രാർത്ഥിച്ച് വിശ്വസ്ത കർത്താവ്, ഈ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്, തലമുറയായി അവിടെ ഞങ്ങളുടെ കർത്താവാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിന് മറുവിൽ ഈ കുഞ്ഞുങ്ങളെ മറച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക് ദൈവകൃപയുടെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ശാപങ്ങൾ തകരട്ടെ, ദൈവത്തിൻ്റെ വിടുതലുകൾ അവിടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ രക്തത്തിന് മറുവിൽ അവരെ മറച്ചാട്ടെ. മഹത്വത്തിൻ്റെ സാക്ഷികളാക്കും. വേഗത്തിൽ നിങ്ങളുടെ കൽപ്പന അനുസരിപ്പാൻ കൃപ ചെയ്യും. മൂർച്ചയിൽ ആയുധങ്ങളായി കർത്താവ് നിർത്തും. കൊയ്ത്തിൻ്റെ മെഷീൻസാക്കി കർത്താവ് തീർക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവദാസന്മാർ സ്തോത്രം കരങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ തീ വീഴുകയാണ്. ആത്മാവിന്റെ തീ ഇവിടെ മേൽ വീണുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തൊടുന്നതിനായി സ്തോത്രം. യെസ്, എല്ലാവരും സ്തോത്രം പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്ന ദയവായി മുന്നോട്ട് വന്ന് ഈ ദൈവദാസന്മാർ തുടർന്ന് കൈവയ്ക്ക്. സ്തോത്രം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതാണ് സംഭവിച്ചത്. ഞാൻ കണ്ടത് ആക്ച്വലി ഐ സോ സ്തോത്രം. ഞാൻ കണ്ടത് സ്തോത്രം, അത് ഒരു കൂട്ടം വ്യക്തികൾ കൈവയ്പിലൂടെ ഈ പന്തൽ കീഴിൽ സൗഖ്യമാകും. കൈവെപ്പിലൂടെ വിടുവിക്കപ്പെട യേശുവിന്റെ നാമത്തിൽ. ബ്ലെസ് ആൻഡ് സിംഗ് യേശു എന്റെ സ്നേഹിതനോ, യേശു എന്റെ പ്രാണപ്രിയൻ. അവന്റെ പേര് യേശു. യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. കാതറിൻ കുൽമൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ആ വാക്യം അറിയാം. ഡോണ്ട് ടേക്ക് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. നമ്മൾ പാപം ചെയ്തത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളിവിടെ എത്തിച്ച ID കാർഡ് അവൻ്റെ സാന്നിധ്യമാണ്. എന്നെവിടെ എത്തിച്ചത്, നിങ്ങളെവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവത്രേ. പാസ്റ്റർ ജോൺസനെ ജീവൻ പോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ഈ അഭിഷേകം പോകല്ലേ. ജീവൻ പോകാനും കുഴപ്പമില്ല, അഭിഷേകം പോകല്ല. കർത്താവിനെ ചുറ്റും വീണ്ടും നമ്മൾ കാണും. എല്ലാ മഹത്വം കർത്താവിന് കൊടുത്ത് സ്തോത്രം. നാളെ സ്നാനം ഉണ്ടല്ലേ? സ്നാനം ഇന്ന് കഴിഞ്ഞു. അയ്യോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ സ്നാനപ്പെടുന്നത്? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പാസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അടുത്ത നാളുകൾ വീണ്ടും കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. മറക്കരുത്, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ തുടർന്നുള്ള പ്രോഗ്രാം കാണുക, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പറഞ്ഞല്ലേ. ഫേസ്ബുക്കിൽ നമ്മൾ കയറിയത് കൊണ്ടല്ലേ. സ്തോത്രം. ബ്രദർ സുരേഷ് ബാബു ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ www.sureshbabu.org. ഞാൻ ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ അതില്ല, ഞാൻ അങ്ങനെ ആയതല്ല, ഇവരെല്ലാം കൂടെ എന്നെ ആക്കിയതാ. ഡോക്ടർ സതീഷിനായി സ്തോത്രം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആമേൻ. സ്തോത്രം. കർത്താവ് സഹായം. 2 കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ പ്രദാസനെ
ശക്തമായ കരങ്ങൾ ഉപയോഗിക്കുകയുണ്ടായല്ലോ. നമ്മോട് ദൈവാത്മാവ് സംസാരിച്ചു കേൾപ്പിക്കുന്നു ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവ് ശുശ്രൂഷയെ പരിമാനിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തെ അപേക്ഷിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദാസൻ ഡോക്ടർ ജോണസ് മരത്തനാലവറുകൾ പ്രാർത്ഥിക്കുകയും കർത്താവ് ദാസൻ പാസ്റ്റർ കെ.വി. ചകവറുകൾ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന സ്വർഗസ്ഥ ദൈവമേ, ഈ രാത്രിയുടെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. ലോകം തരാത്ത സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവനെ നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ആ നല്ല യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ 22ാമത് ഹല്ലേലൂയ വർഷത്തിലെ കൺവെൻഷനിലേക്ക്, മഹായോഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ നീ നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതായ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളിലും ഹല്ലേലൂയ നിന്റെ ആത്മാവിന്റെ വലിയ ശക്തി വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ അയച്ച് ജനത്തിന് വിടുതൽ കൊടുത്ത് ദൈവജനത്തിന്റെ ശക്തി അവർക്ക് കൊടുത്ത് നീ അവരെ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നിന്റെ ദാസനെ അഭിഷേകത്തിന്റെ പുതിയ ശക്തിയോടെ വചനം ഞങ്ങളോട് സംസാരിപ്പാൻ ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഉളങ്ങൾ നൽകി തന്ന് വചനത്തിന്റെ വിടുതൽ നൽകി തന്ന് അധികാരത്തിന്റെ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ നീ ഒരുക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഹല്ലേലൂയ എലീശയുടെ മേലെ പകരപ്പെട്ടതായ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പകുതി ദാസന്മേൽ കൊടുത്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ദിവസങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നിന്റെ ദാസനെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ ദാസൻ ഡോക്ടർ ജോൺസൺ ഡാനിയലിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാമച്ചാനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളില് അങ്ങയുടെ ബഹുത്വമുള്ള വേലയിലായിരിക്കുന്ന അങ്ങയുടെ സകല ദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവജനത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2014 ദിവസങ്ങൾ ഞങ്ങൾ മാറിപ്പോകുമ്പോൾ നിന്റെ മറുപടി താമസഭകൾ 2015 ഇവിടേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ സന്തോഷം അനുഭവിക്കുവാൻ ഇല്ല അതിനു മുൻപായി ഇതിന് വരവാകുന്നുവെങ്കിൽ ഇവിടേക്ക് കരയേറിയുള്ള കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധന്മാർ എങ്കിൽ കൂടാത്ത മഹാപുരുഷാരം അങ്ങേതിരേൽക്കുവാൻ ആകാശമേഖലയെ കടന്നു വരുമ്പോൾ പിരിയാത്ത ബന്ധത്തിൽ നിത്യയോഗത്തിന് ഞങ്ങൾക്ക് എന്നേക്കും നിൽക്കുവാൻ ആയിരിക്കുവാൻ നൽകിയിരിക്കുന്ന വിലയേറിയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന ജനത്തെ നീ അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. രോഗികളെ നീ സൗഖ്യമാക്കിയതിനാൽ സ്തോത്രം. അതിന്റെ സന്നിധാനത്തിൽ തീരുമാനമെടുത്തതായ നിന്റെ എല്ലാ ജനത്തെയും തുടർന്നും അനുഗ്രഹിക്കുമാറാകണമേ. വചനത്തിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ആശീർവാദത്തോടും അനുഗ്രഹത്തോടും ഞങ്ങളെ അയക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. സകല മഹത്വവും മാനവും അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അതിവിധീനമായി അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.